ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഫെഡറേഷൻ ഓഫ് ഗോവ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ MB വാസ് നായർ, ഈ പരിപാടിയിൽ ആശംസ അറിയിക്കുന്ന ജെ സുചീന്ദ്രദാസ്, ബാബുക്കുട്ടൻ നായർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ VB സത്യൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, ഇപ്പോ അവാർഡിന് അർഹരായ പ്രഗത്ഭരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, അതുപോലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഗോവ എന്ന മണ്ണിലൂടെ പലതവണ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഗോവ എന്ന മണ്ണിൽ ആദ്യമായിട്ടാണ് ഞാൻ കാലുകുത്തുന്നത്. ഗോവയിൽ ഒരുപാട് കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എങ്കിലും ഗോവയിലുള്ള മലയാളികളെ നേരിട്ട് കാണാൻ, ഇത്രയും അധികം മലയാളികൾ ഇവിടെ ഉണ്ട് എന്ന സത്യം അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. ഒരുപാട് സംഘടനകളുടെ ഒരു സംഘടന മാത്രമാണ്, കേവലം 9 വർഷമായിട്ട് രൂപീകരിച്ച സംഘടന. ആ സംഘടനയുടെ ഒരു വാർഷികത്തിൽ ഇന്ന് വീട്ടിലിരിക്കാതെ എല്ലാവരും ഈ ഹാളിൽ ഒത്തുചേർന്നിരിക്കുന്നുവല്ലോ. മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാം മനസ്സിലൊരു ദുഃഖം തളം കെട്ടി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അനുശോചനം രേഖപ്പെടുത്തി. നമ്മുടെ പ്രിയപ്പെട്ട കേരളക്കാരുടെയൊക്കെ സ്വപ്നഭൂമിയായ വയനാടിന്റെ ഒരു മലഞ്ചെരിവിൽ താമസിക്കുന്ന മനുഷ്യക്കൂട്ടങ്ങളെല്ലാം ഒരു കുന്നിന്റെ സ്ഥാനഭ്രംശത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും മരണത്തിന്റെ മടിത്തട്ടിലേക്ക് കണ്ടുപോവുകയും കുറെ ആളുകൾ കിടപ്പാടം നഷ്ടപ്പെടുകയും ചെയ്തു. അവരെ സഹായിക്കുവാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് കൈകൾ കോർത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തവണ നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കാലത്തായിരുന്നു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ഓണമായിരുന്നു. അതാണ് ഓണം, നല്ലോണം എന്ന് പറയുന്നത്. നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റിയതാണ് നല്ലോണം. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഓണമായതുകൊണ്ട് ഓണത്തിന് പ്രത്യേകമായിട്ട് കൂടുതൽ കഴിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഓണത്തിന് ഒരു പിടി അരി കൂടുതൽ കഴിക്കുന്നത് ലോകത്തിലുള്ള 3.5 കോടി മലയാളികൾ കേരളത്തിനകത്തുമുണ്ട്. ഏതാണ്ട് ഒരു 1/2 കോടി മലയാളികൾ കേരളത്തിന് പുറത്തുമുണ്ട്. അങ്ങനെ 4 കോടി മലയാളികളെല്ലാം ഒരു പിടി അരിയുടെ തുക അത് അവർക്ക് വേണ്ടി നീക്കി വെച്ചാൽ തന്നെ നമുക്ക് അവർക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിലെ ഒരു ഭരണാധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെയുള്ള എല്ലാ മലയാളികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ എല്ലാം ഒരു പങ്ക് അവരെ പുനരധിവസിപ്പിക്കുന്ന പ്രക്രിയയിൽ എങ്ങനെയെങ്കിലും ഉണ്ടാകണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും നമ്മൾ ഇവിടെ വാർഷികാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചില്ല. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് കരഞ്ഞിരിക്കുകയല്ല, ആ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ കേരളം വിട്ട് അന്യദേശങ്ങളിൽ കുടിയേറി പാർക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു കവിതയിൽ ഒരു 4 വരികൾ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്തുകൊണ്ടാ കൊന്നപ്പൂവ് പറഞ്ഞത്? എന്തുകൊണ്ട് പനിനീർ പൂവെന്നോ ചെമ്പരത്തി പൂവെന്നോ പറയാതെ വൈലോപ്പള്ളി കൊന്നപ്പൂവിനെ പറ്റി പറഞ്ഞത്? അവിടെയാണ് കൊന്നപ്പൂവ് എന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരു മോട്ടിവേറ്ററാണ്. വിഷുവിന് കണി കാണാൻ കൊന്നപ്പൂവ് വെക്കുമ്പോ എന്താണ് കൊന്നപ്പൂവിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? കൊന്നപ്പൂവിനെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട് മലയാളത്തിൽ, അല്ലേ? കൊന്നപ്പൂവേ ചുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ എന്ന പാട്ട്, അല്ലേ? ഒരുപാട് തങ്കക്കിനാകൾ കരുതിയിട്ടെന്തെന്ന് തോന്നുമോ എന്നൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിലും കൊന്നപ്പൂവിന്റെ പ്രത്യേകത വസന്തകാലത്ത് വിരിയുന്ന പൂവല്ല കൊന്നപ്പൂ.
വേനൽക്കാലത്തിന്റെ ചൂടുകൊണ്ട് മണ്ണ് വറുത്തു നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർദ്രതയുണ്ടോ എന്ന് അന്വേഷിച്ച് വേരുകൾ തോണ്ടിയെടുത്തിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് സ്വർണ്ണപുഷ്പങ്ങളായി വിരിയിക്കുന്ന കഴിവാണ് കൊന്നപ്പൂവിന്. വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു എന്ന പാട്ട് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കാൻ കഴിയുന്നവരാക്കി മാറ്റുന്നു കൊന്നപ്പൂ. നമ്മൾ അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മൾക്ക് തരുന്നു. എല്ലാ കാലത്തും കരഞ്ഞിരിക്കലല്ല, സംഭവിച്ചത് സംഭവിച്ചു. ആ സംഭവിച്ചതിൽ നിന്ന് അതിജീവിക്കുവാൻ തിരിച്ചുപോക്ക് നമുക്ക് കഴിയില്ല. അതിജീവിക്കുവാനുള്ള കഴിവുണ്ടാവണം. ആ കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഞാൻ ഈ ഗോവ എന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ പറ്റിയിട്ട് ഞാൻ നന്നായിട്ടും മനസ്സിലാക്കി. എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഗോവയിലുള്ളത് എന്താണെന്നറിയാം. നിങ്ങൾ എല്ലാവരും കേരളത്തിൽ ഇങ്ങോട്ട് കുടിയേറിയവരായിരുന്നല്ലോ. ചരിത്രത്തിന്റെ ഒരു തിരിച്ചുപോക്കാണ്. ഈ പ്രദേശത്തു നിന്ന് കൊങ്കണ തീരം വഴിയായിട്ട് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് എത്താൻ വേണ്ടി ഓടിപ്പോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഗോപാലകൃഷ്ണ പയ്യ എഴുതിയ സ്വപ്ന സാരസ്വത എന്ന പുസ്തകം വായിച്ചവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തൂ. ആരുമില്ല അല്ലേ? നിർബന്ധമായിട്ടും എനിക്ക് സംഘടനയോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ കഥ, ആ പുസ്തകം നിങ്ങളൊന്ന് അധ്യായങ്ങളായിട്ട് ഒന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ഇട്ടു കൊടുക്കുക. അതെല്ലാവരും ഒന്ന് വായിക്കുക. എന്തായിരുന്നു ഗോവ? ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ്? ഈ പൈ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, ഗൗഡ സാരസ്വതന്മാർ അല്ലെ, സാരസ്വത ബ്രാഹ്മണന്മാർ. അവര് പോർച്ചുഗീസുകാരുടെ ആക്രമണം ഭയന്നിട്ട് ഇവിടുന്ന് തെക്കോട്ട് കൊച്ചിയിലെത്താൻ പാലായനം ചെയ്ത് പോകുമ്പോ അവര് കൊച്ചിയിൽ എത്തിയില്ല. അവര് കാസർഗോഡ് വരെ എത്തിയുള്ളൂ. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഈ പോകുന്ന ഭൂമിശാസ്ത്രവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ പ്രതിസന്ധികളും അവിടുത്തെ കൃഷിയും എല്ലാം വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ് സ്വപ്ന സാരസ്വത എന്നത്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അത് വായിക്കുമ്പോഴാണ് ഈ ഇവിടെയുള്ള കടന്നു പോകുന്ന പുഴകളെ പറ്റിയിട്ട്, ഇവിടുത്തെ മണ്ണിനെ പറ്റിയിട്ട്, ഇവിടുത്തെ കുന്നുകളെ പറ്റിയിട്ട്, ഇവിടുത്തെ മഴയെ പറ്റിയിട്ട്, പുഴയെ പറ്റിയിട്ടൊക്കെ അതിമനോഹരമായി പരാമർശിക്കുന്നു. അന്ന് ഈ നാടിന്റെ പേര് ഇവിടുത്തെ ഭാഷയിൽ കൊങ്കണവും മഹാരാഠിയും എല്ലാം ചേർന്നൊരു ഭാഷയുണ്ടായിരുന്നു. പോഞ്ചി എന്നായിരുന്നു പേര്. പോഞ്ചി എന്ന വാക്ക് മലയാളത്തിലുണ്ട്, കേട്ടിട്ടുണ്ടോ? പോഞ്ചി എന്ന വാക്കിന് വെള്ളത്തെ പിടിച്ചു നിർത്തുന്ന, അരിച്ചെടുക്കുന്ന ഭൂമി എന്നാണ് യഥാർത്ഥത്തിലാണ്. വെള്ളപ്പൊക്കമില്ലാത്ത ഭൂമി എന്നർത്ഥം. വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോ നിൽക്കുന്നത് വെള്ളപ്പൊക്കമില്ലാത്ത ഭൂമിയിലാണ്. പോഞ്ചി എന്ന് കേട്ടാൽ പോഞ്ചി എന്ന് പറഞ്ഞാൽ ചായ ഒഴിക്കാൻ വേണ്ടി സമോവറിൽ നിന്ന് എടുത്തിട്ട് ഈ പൊടിയരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിന് മലയാളത്തിൽ പോഞ്ചി എന്നാ പറയാ. അതാ പോഞ്ചി. മനസ്സിലായോ? അരിച്ചെടുക്കുന്നത് എന്നാണ്. ചായ പോഞ്ചി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ തലമുറയിൽപ്പെട്ടവര് ചായ പോഞ്ചി കണ്ടിട്ടുണ്ടാകും അല്ലെ? പോഞ്ചിയിൽ അടിച്ച ചായയാണ് ഉണ്ടാകുക. അതായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്, പോഞ്ചി എന്നായിരുന്നു. ആ പോഞ്ചിയാണ് പിന്നെ പോർച്ചുഗീസുകാർ വന്നിട്ട് അത് പനാജിയാക്കിയത് അല്ലെ? അത് പഞ്ചിമാണ്. പോഞ്ചി പിന്നെ പഞ്ചിമായി. ഗോവ എന്ന് പറയുന്നത് ടിബറ്റൻ ഭാഷയിൽ നിന്ന് ലഭിച്ച വാക്കാണ്. ടിബറ്റൻ ഭാഷയിൽ ഒരു ഗസലിന്റെ പേരാണ് ഗോവ. ഗോവ എന്ന് പറയുന്നത് ടിബറ്റൻ ഭാഷയിൽ ചന്ദ്രന്റെ പേരാണ്. ആ ചന്ദ്രനെ നോക്കിയിട്ട് പാട്ടുപാടുന്ന ഒരു സംഗീതത്തിന്റെ പേരാണ് ഗോവ എന്നായിരുന്നില്ല, ഗോവ. ആ വാക്കിൽ നിന്നാണ് പിന്നീട് ഇവിടത്തേക്ക് പോർച്ചുഗീസുകാർ വന്നപ്പോ ആ വാക്ക് ഈ പ്രദേശത്തിന്റെ പേരായി മാറിയത്. ഒരു പ്രദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ ആ പ്രദേശത്തിന്റെ ചരിത്രവും അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ സംസ്കാരവും എന്നതും നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴും കേരളത്തിൽ നിന്ന് വന്ന നമ്മൾ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു വിശാലമായ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് ഇല്ലേ? കേരളത്തിന്റെ ഒരു മനസ്സ് പോലെ വലുത് ലോകത്ത് മറ്റൊന്നുമില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വസുധൈവ കുടുംബകം. ഈ സ്റ്റേജിന്റെ വലതുവശത്ത് കാണാം വസുധൈവ കുടുംബകം. ഭാരതീയരുടെ ഒരു മഹത്വം. അവരുടെ മനസ്സ് താൻ ജീവിക്കുന്ന പ്രദേശമായി ചുരുങ്ങുന്നവരല്ല, താൻ ജീവിക്കുന്ന രാജ്യത്തിലേക്ക് ചുരുങ്ങുന്നവരല്ല. അവരുടെ മനസ്സ് വിശ്വത്തോളം വളരുന്നവരാണ് മലയാളികളുടെ മനസ്സ്, ഇന്ത്യക്കാരുടെ മനസ്സ്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ പറഞ്ഞത് വസുധ എന്ന് പറഞ്ഞ ഭൂമിയാണ്. ഭൂമി മൊത്തത്തിൽ ഒരു കുടുംബമാണ്.
എത്ര വിശ്വം ഭവത്യേക നീടം എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ. ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണ് നാം. പക്ഷേ ഗ്ലോബലൈസേഷൻ വന്നപ്പോ, വേൾഡ് വില്ലേജ് ആയപ്പോ എത്ര വിശ്വം ഭവത്യാത്മനീടമായി മാറി. അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ആത്മനീടത്തിലേക്ക് മാറുകയാണ്. എന്റെ വീട് എന്നത് ആയി ചുരുങ്ങി എന്ന് പണ്ട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിൽ നിന്നല്ല പോയി. എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്നതിൽ നിന്നും ചുരുങ്ങിയിട്ട് എന്റെ ബെഡ്റൂം എന്നതിലേക്ക് ചുരുങ്ങി. അവിടുന്ന് ചുരുങ്ങിയിട്ട് എന്റെ ബെഡ്റൂം എന്നതിനപ്പുറത്ത് എന്റെ കയ്യിലുള്ള ഫോണ് എന്നതിലേക്ക് ചുരുങ്ങി. ആ ചതുരക്കളത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ. വിശാലമായ ഗോളമാണ് പ്രകൃതിയുടെ തനതുഭാവം. ഗോളമാണ് പ്രകൃതിയുടെ തനതുഭാവം. ഉരുണ്ടിട്ടാണ്. ചതുരം എന്ന് പറയുന്നത് മനുഷ്യൻ ബോധപൂർവം ഉണ്ടാക്കിയതാണ്. പ്രകൃതിയിൽ എവിടെയും ചതുരങ്ങളില്ല. മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ചതുരങ്ങളും ചത്വരങ്ങളും. പ്രകൃതി ഗോളാകൃതിയിലാണ്. നിങ്ങളൊരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കുക. ആ വെള്ളം മഗ്ഗിന്റെ ഷേപ്പിലല്ല നിൽക്കുക, ഗോളങ്ങളായി സ്വയം രൂപപ്പെടും. ആരാണ് ഇത് ഉരുട്ടിവിടുന്നത്? ആരും ഉരുട്ടിവിട്ടിട്ടല്ല. കൊഴക്കട്ടയ്ക്കോ ചപ്പാത്തിക്കോ ഉരുട്ടും പോലെ ആരും ഉരുട്ടുന്നില്ല. സ്വയം ഓരോ മഴത്തുള്ളിയും വെള്ളത്തുള്ളിയും ഗോളങ്ങളായി മാറുന്നത് പ്രകൃതിയുടെ തനതുഭാവം കുരു ആയിട്ടാണ്. പച്ച മലയാളത്തിൽ അതിന് കുരു എന്നാ പറയാ. ഗോളം സംസ്കൃതമാണ്. മലയാളത്തിൽ കുരു എന്നാ പറയാ. ഈ ലോകത്ത് ഒരുപാട് കുരുണ്ട്, ഒരുപാട് ഗോളങ്ങൾ, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. അതിൽ ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. അതേത് കുരുവാ? ഐശ്വര്യമുള്ള ഒറ്റൊരു കുരുവേ ഉള്ളൂ. അതൊരു ഭൂമിയാകുന്ന കുരുവാണ്. ഇന്നോളം ജീവനുള്ളത് കണ്ടുപിടിച്ചത്, വായുള്ളത് കണ്ടുപിടിച്ചത് ഒരേ ഒരു സ്ഥലം ഭൂമിയാണ്. അതുകൊണ്ട് ഐശ്വര്യമുള്ള ഗുരുവായതുകൊണ്ട് ഇതിനെ ശ്രീ ഗുരു എന്നാ പറയാ. ശ്രീ ഗുരു, അതാണ് നമ്മുടെ അമ്മ. അതുകൊണ്ട് അമ്മക്ക് അമ്മ എന്നാ പറയാ. അതുകൊണ്ട് ശ്രീ ഗുരു അമ്മ. അതാ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ പാട്ട് കേട്ടിട്ടുണ്ടോ? ശ്രീ കുരുമ്പ, ശ്രീ കൂർമ്പ എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയാണ്. ശ്രീ കൂർമ്പ ഗോളമാണ്, വട്ടത്തിലാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ചതുരത്തിലേക്ക് ചുരുങ്ങി. നമ്മൾ ചതുരത്തിലേക്ക് ചുരുങ്ങിയിട്ട് അതിലൂടെ ലോകത്തെ കാണുകയാണ്. നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തുക. നമ്മൾ ഈ ഭൂമിയെ നോക്കുക, ചുറ്റുവട്ടമുള്ളതിനെ നോക്കുക. ആ ഭൂമിയുടെ ജീവനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഭൂമി, ഈ വയനാട്ടിലെ ദുരന്തം ഉണ്ടായതിന് ഉത്തരവാദി വയനാട്ടുകാരല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും അതിന് ഉത്തരവാദിയാണ്. കാരണം അത് അതിഭീകരമായ മഴ പെയ്തതുകൊണ്ട് ആ മഴവെള്ളത്തെ താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് കുന്നിങ്ങോട്ട് പോകുന്നത്. എന്ത് ചെയ്യാം? അതിന് താങ്ങാൻ പറ്റുന്നതല്ലേ താങ്ങാൻ പറ്റൂ. അതിങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ കൂടുതൽ മഴ പെയ്തത് എങ്ങനെയായിരുന്നു? മഴ പെയ്യുന്നത് പ്രകൃതി പണ്ടേ നമുക്ക് മഴ പെയ്തു തന്നത് എങ്ങനെയാണ്? പാല് ചുരത്തുന്നത് പോലെ അല്പാൽപ്പം ചുരത്തി തരാറായിരുന്നു പതിവ്. അതിനു പകരം അകിട് മൊത്തത്തിൽ ഇങ്ങോട്ട് പോരുന്ന മട്ടിൽ പാല് ചുരത്തുന്നതിന് പകരം അകിട് മൊത്തത്തിൽ ഇങ്ങോട്ട്. ഏതോ ഒരു സിനിമയിലുണ്ട്, പശുവിന്റെ കോലം വെച്ചിട്ട് സലീം കുമാറും ദിലീപും കൂടി തെങ്കാശി പട്ടണം എന്ന സിനിമയിലാണ് അല്ലേ, കോലം വെച്ചിട്ട് പോയി ഒരു ആലയിൽ പോയി, അടികൊള്ളാതിരിക്കുക ആലയിൽ പോയി. അപ്പൊ മച്ചാൻ വർഗീസ് പിന്നെ ഇതിനെ കറക്കാൻ വേണ്ടി, പശുവിനെ കറക്കാൻ വേണ്ടി നീട്ടിയിട്ട് അകിട് കിട്ടുന്നില്ല. അപ്പൊ കയ്യിലിട്ട ഗ്ലൗസ് ഊതി പൊതിച്ചിട്ട് താത്തു കൊടുത്തു ആര്? സലീം കുമാർ. അപ്പൊ അതിന് 4 മുലകൾ ഉണ്ടാവുമല്ലോ വിരലിന്റെ. അത് പിടിച്ച് വലിച്ചിട്ടൊന്നും പാല് കിട്ടുന്നില്ല. പിടിച്ച് ശക്തിയിൽ പിടിച്ചപ്പോഴാണ് ഈ ഗ്ലൗസ് അപ്പാട് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നത്. അകിട് അറ്റു വീഴുന്ന കാഴ്ച കണ്ടിട്ട് മച്ചാൻ വർഗീസ് ബോധം കെട്ട് വീഴുന്ന രംഗമുണ്ട്. മനോഹരമായ രംഗമാണ്. ഇതുപോലെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ആകാശത്തുനിന്ന് മേഘങ്ങൾ ഒരുമിച്ച് താഴോട്ട് പോരുക. അല്പാൽപമായി ചുരത്തുന്നതിന് പകരം ഒന്നിച്ചകിട് താഴോട്ട് പോരുന്നു. ആരാണ് ഉത്തരവാദി? അതിന് ഉത്തരവാദി അന്തരീക്ഷത്തിലെ വായുവിലുള്ള ഘടന മാറിയതാണ്. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിച്ചതാണ്. അന്തരീക്ഷത്തിലുള്ള താപനമാണ് കാരണം. ആ താപനത്തിന് ഉത്തരവാദിയാരാ? ആഗോള താപനത്തിന് ഉത്തരവാദി നമ്മളത് മാത്രമാണ്. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾ ആനകളും ആടുകളും കടുവകളും പുലികളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരാരും തന്നെ ആഗോള താപനം ഉണ്ടാക്കിയിട്ടില്ല. അറിവുള്ള നമ്മളാണ് ഇതിന് ഉത്തരവാദി. നമ്മൾ ഈ കൊച്ചു മനോഹരമായ പൂക്കൾ നോക്കൂ.
ആ പൂക്കളെ മറച്ചു വെക്കാതെ കവർ ചെയ്യാതെ തുറന്നു കാണാനാണ് മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത്. മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു ഭൂമിയിൽ, ഇല്ലേ? പൂക്കൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ആ പൂവിനെ പറ്റിയിട്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് പാട്ടുപാടാനോ അതിനെ കൊണ്ട് ബൊക്കെ ഉണ്ടാക്കാനോ അതിനെ കൊണ്ട് മാല തീർക്കാനോ തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. നമ്മൾ വന്നതിന് ശേഷം ഈ മാല കോർത്തത്, ആ മാലയും ചൂടിയിട്ട് നൃത്തം ചെയ്തത്. ഞാൻ വരുമ്പോ നൃത്തം ചെയ്തല്ലോ, അല്ലേ? നൃത്തം ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി നൃത്തം ചെയ്യുമ്പോ പൂമാല വാങ്ങുമ്പോ നല്ല ഉറപ്പുള്ള നൂല്, പൊട്ടാത്ത നൂലിൽ കെട്ടാൻ പറയണം. പലരുടെയും മാല പൊട്ടി താഴെ വീഴുന്നത് ഞാൻ കണ്ടിരുന്നു. മനസ്സിലായോ? അതാണ് പൊട്ടാത്ത നൂലിൽ കെട്ടാനും പറയണം. അതുപോലെ പിന്ന് കുത്തുമ്പോ കൃത്യമായിട്ട് കുത്താനും പറയണം. ഈ സാരിയുടെ പിന്നളയിൽ പോയി മനസ്സിലായോ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ പൂവിനെ കുറിച്ചിട്ട്, ആ മുല്ലപ്പൂവിനെ കുറിച്ച്, കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്തേണം, അത്തമ്പത്താടുന്ന മുറ്റത്തെ മുല്ലയെ കുറിച്ച് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ജെറി അമൽ ശിവു ചക്രവർത്തിയോ ചിട്ടപ്പെടുത്താൻ ജെറി അമൽദേവോ പാടാൻ യേശുദാസോ ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷം പൂവിനെ കുറിച്ച് പാട്ടുണ്ടായത്, വീണ പൂവിനെ കുറിച്ച് കവിത എഴുതാൻ ആശാനുണ്ടായത്. ആ പൂവിനെ മൂടി വെക്കാനല്ല, അതിന്റെ പ്രകൃതിദത്തമായ അതിന്റെ ആർദ്രതയും അതിന്റെ മാർദ്ദവത്വവും അതിന്റെ സൗന്ദര്യവും ആസ്വദിക്കാനാണ്. അതിനെ പൊതിയാൻ വേണ്ടിയിട്ട് എത്രയെത്ര പ്ലാസ്റ്റിക് കൊണ്ടാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. വൃത്തികെട്ട പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിട്ട് വൃത്തിയുള്ള പൂക്കളെ ഈ വൃത്തികെട്ട പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയണമെന്ന് തോന്നിയ ദുഷ്ടനാരാ? ആ പൂക്കൾ വെക്കുന്നവര്. അത് വാങ്ങരുത് ദേവി. ഇത് അറിയാൻ പറഞ്ഞത്. എനിക്ക് പ്ലാസ്റ്റിക് മൂടിയ പൂക്കൾ ഞാൻ വാങ്ങാറില്ല. ഭീകരമായിട്ട് പൂവിനെ അപമാനിക്കുകയാണത്. ആ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ കത്തിക്കും, ഇല്ലേ? അത് നശിക്കും. ഈ ഭൂമിയെ കത്തിച്ച് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമി നമുക്ക് ഇന്നും നാളെയും 1000 കൊല്ലം കഴിഞ്ഞിട്ടും മാത്രമല്ല, കോടാനുകൂടി വർഷം ഈ ഭൂമിയിൽ ജീവനോടുകൂടി നിൽക്കേണ്ട ആളുകൾ. അതിന് നമുക്ക് അതിന്റെ ആർദ്രത ആസ്വദിക്കാം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചുണ്ടിലെ പുഞ്ചിരി ആസ്വദിക്കാം. മനുഷ്യത്വം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ആ പ്രകൃതിയിൽ നിന്ന് അകന്നകന്നു പോകുമ്പോഴാണ് മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ഈ കൊല്ലം കണ്ട ഏറ്റവും ഭീകരമായ കാഴ്ച വെള്ളപ്പൊക്കമൊന്നുമല്ല, ബോംബ് വീണിട്ട് ആളുകൾ മരിക്കുന്നതുമല്ല. ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ കാഴ്ച ബംഗ്ലാദേശിലെ കലാപത്തിനിടയിൽ ഒരു പെൺകുട്ടി മേലാകെ ചാരം മൂടിയിട്ട്, കണ്ണിലൊക്കെ ചാരം മൂടിയിട്ട്, എന്താ ഇത് സംഭവിക്കുന്നു എന്നറിയാതെ പകച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരുത്തൻ ഓടി വന്നിട്ട് അവളുടെ വസ്ത്രത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് അരഞ്ഞാണം ഓട്ടിച്ചു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു, ഒരു വീഡിയോ കണ്ടു. എന്തൊരു ഭീകരന്മാരാണ് നമ്മൾ. മനുഷ്യരല്ലേ? നമ്മൾ എത്രയോ വീഡിയോ കാണുന്നു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെയും അവിടെ ഇട്ടിട്ട് പുലി വരുന്നത് കണ്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന മാനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പുലി വന്നിട്ട് ആ പ്രസവിച്ചിട്ട കുഞ്ഞിനെ ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. നമ്മളൊന്നും കാണാറില്ല. സംഭവം സത്യമോ അല്ലയോ എന്നത് എനിക്കറിയില്ല. പക്ഷേ വയനാട്ടിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞ വാക്ക് ഇക്കൊല്ലം ഇറങ്ങിയ ഏറ്റവും മനോഹരമായ ആർട്ടിക്കിളാണത്. കിട്ടിയ കുഞ്ഞിനെയും വലിച്ചിട്ട് ഞാൻ ഓടി മോനെ കാട്ടിലേക്ക്. ആ കാട്ടിലെത്തിയപ്പോ അതാ ഒരു കൊമ്പൻ നിൽക്കുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് വന്നതാണ്, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നു എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീ പുലരുന്നവരെ ആ ആനക്കാൽ ചുവട്ടിൽ കിടന്നുറങ്ങിയത് ഇപ്പോ അതൊരു വലിയ കഥയാണ്, ചിത്രങ്ങളാണ്, വലിയ സംഭവമാണ്. അത് ഒരു കുറ്റമല്ല, അതൊരു അത്ഭുതമല്ല. കാരണം ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യം പഠിച്ചിട്ടുണ്ട്. അതില് ഉത്തരേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തോരൂരിൽ വെയിൽ കൊണ്ട് വാകകൾ പൂക്കുന്ന കാലത്ത് ഒരു മരുഭൂമിയുടെ അടുത്ത് ഒരു ആൽമരം മാത്രം.
എല്ലാവരും സൂര്യാതപം ഭയപ്പെട്ടേറെ പക്ഷികൾ സ്വൈര്യം ശരണമണഞ്ഞിരിക്കുക. ആ മരത്തിന്റെ മേലെ സകല പക്ഷികളും വന്നിരിക്കുക. ആ കൂട്ടത്തിൽ ഒരു പരുന്തും തൊട്ടടുത്തൊരു കുരുവിയും ഇരിക്കുന്നു. കുരുവിയെ കണ്ടാൽ പരുന്ത് കൊത്തിത്തുന്നതാണ്, ശത്രുക്കള് ഭക്ഷണമാണ്. പക്ഷേ ആ കുരുവി പരുന്തിനെ മൈൻഡ് ചെയ്യുന്നില്ല, പരുന്ത് കുരുവി ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ആശാൻ പറയുന്ന ഒരു വാക്ക്, ഹന്ത തടിതളർന്നാർത്തി കലരുന്ന ജന്തു നിസർഗ വികാരമേല എന്ന. പ്രതിസന്ധിയിൽ ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ജന്തുക്കൾക്ക് ജന്മസഹജമായ ഒരു ശത്രുതയും പ്രകടിപ്പിക്കില്ല. അത് പക്ഷിമൃഗാദികളുടെ കഥയാ പറയുന്നത്. എന്നാ മനുഷ്യനെ കുറിച്ചല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്? ഈ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജിയാണ്, ആർദ്രതയുടെ സ്നേഹത്തിന്റെ എനർജിയാണ്. നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇത്ര നേരം ആരോട് ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ, ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പ്രസംഗം കേട്ടിട്ട് അങ്ങ് പോയിട്ട് എന്താ കാര്യം? വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടേ വെക്കുക, കസേരയിൽ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടേ വെക്കുക. എന്ത് കാര്യം? നിങ്ങളുടെ ശരീരമല്ല ഇവിടെ വന്നിരിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ഹൃദയമാണ്, ആർദ്രതയാണ്. ഈ കൂട്ടായ്മ ആ ആർദ്രതയായിരിക്കണം. എല്ലാ തിന്മകളെയും അരിച്ചെടുക്കുന്ന പോഞ്ചിയായിട്ട് നിങ്ങൾ മാറണം. അതിൽ നിന്ന് നല്ല ഉത്തേജനത്തിന്റെ ചായ മാത്രം ഗ്ലാസിലേക്ക് ഊർന്നു വീഴുന്ന പോഞ്ചിയായിട്ട് നമ്മൾ മാറണം. എല്ലാ തിന്മകളും ഇല്ലാതാക്കണം. സ്കൂളിൽ പഠിച്ചവർക്കറിയാം, മലയാള ഭാഷയിൽ ഒരു വൃത്തം പഠിക്കാറുണ്ട്. അതിൽ ഗുരു ലഘു എന്ന് പറഞ്ഞൊരു വാക്ക് പ്രയോഗം. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ്. ദീർഘാക്ഷരം ഗുരുവതാം, ഹ്രസ്വാക്ഷരം ലഘുവായിടുന്ന. ഗുരു എന്ന് പറഞ്ഞ മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ്. പക്ഷേ ഗുരു എന്ന് പറഞ്ഞ മാഷ് എന്നല്ല. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് വാർത്ത കേട്ടില്ലേ? മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ. ഗുരു എന്ന് പറഞ്ഞ വലുത് എന്നാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം തീരുമാനിക്കുന്നത് ഏതാ ഗുരു, ഏതാ ലഘു നോക്കിയിട്ട്. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാണ്. ശരീരമാണ് ഗുരു. ശരീരത്തിന് എന്ത് തോന്നുന്നോ അതപ്പം ചെയ്തു കൊടുക്കും മനസ്സ്. നിങ്ങളൊരു പശു ആളുകളുടെ കൂട്ടത്തിലൂടെ ടൗണിലൂടെ നടക്കുമ്പോൾ ആ ശരീരത്തിന് മൂത്രയിക്കണം തോന്നി, ചാണകം തോന്നി, വിസർജിക്കണം തോന്നി. അപ്പോ മനസ്സ് അയ്യോ ആൾക്കൂട്ടത്തിന് പറ്റൂല, നമുക്ക് ആലയിലെത്തിയിട്ട് ഒഴിക്കാന്ന് പറഞ്ഞില്ല. മനസ്സ് ഓൾറെഡി വാല് പൊന്തിച്ചു, മൂത്രയിച്ചു, ചാണകം. പട്ടികൾ റോഡിൽ വെച്ചെണ്ണ ചെയ്തു. അതിന്റെ ഗുരു ശരീരമാണ്. മനസ്സോ അതിന് കീഴ്പ്പെടുകയാണ്. എന്നാൽ നമ്മളെപ്പോഴാണ് മനുഷ്യരായത്? മൃഗങ്ങൾക്ക് മനസ്സുണ്ട് കേട്ടോ. മനസ്സുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ മനുഷ്യരായത്. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പട്ടിക്കും കണക്കറിയാം. നിങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ സ്കൂട്ടർ കൊണ്ട് പോവാ, റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടന്നിട്ട് സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ പട്ടി തലപോത്തിച്ചു നോക്കും, അനങ്ങൂല. കാരണം സ്കൂട്ടറിന് കൊണ്ട വഴി സ്ഥലാടി ഉണ്ടല്ലോ. എന്നാ തൊട്ട് പറയോ ലോറിയോ ജീപ്പോ വന്നോക്കട്ടെ, പട്ടി എഴുന്നേറ്റ് മാറിത്തരും. കാരണം സ്കൂട്ടറിന്റെ വീതി എത്രയാണെന്നും ലോറിന്റെ വീതി എത്രയാണെന്നുള്ള കണക്കറിയുന്നോണ്ടല്ലേ മാറിത്തരുന്നത്. ഇല്ലെങ്കിൽ മാറുമോ? എന്നാ നമ്മുടെ കൂട്ടത്തിലെ ചില പട്ടികൾക്ക് ആ കണക്കറിയില്ല, കണ്ടെടുത്ത് വെച്ച് പോകും. അല്ലേ? കണ്ടെടുത്ത് വണ്ടി വെച്ച് പോകും. അതാണ് മനസ്സ് മൃഗങ്ങൾക്കുണ്ട്, പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ്. എന്നാൽ നമ്മുടെ മനസ്സ് ഗുരുവാണ്, ശരീരം ലഘുവാണ്. ശരീരത്തിന് വിശക്കുന്നു തോന്നിയ ഉടൻ തന്നെ ആയിട്ടില്ല, ഈ പ്രസംഗം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തൂക്കില്ലേ? അല്ലേ? ശരീരം മനസ്സ് പറയും ഇരിക്കവിടെ, മൂത്രയ്ക്കാൻ മുട്ട എവിടെ ഇരിക്കോ, അനങ്ങാണ്ട് കിടന്നോ പേരുങ്കോട്ടല്ലേ എന്ന് പറയും. അല്ലേ? പറയും. നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന മനസ്സ്, അതാണ് മനുഷ്യനായത്. ആ മനസ്സും ഹൃദയവും എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ഇവിടെ ആ മനസ്സ്, ശരീരത്തിലാകെ മനസ്സുണ്ട്, ഹൃദയം ഇവിടെ, ബുദ്ധി ഇവിടെ, മനസ്സ് ഇത് രണ്ടും ചേർന്നതാണ്. പക്ഷെ വികാരങ്ങൾ നമ്മൾ ഇവിടെയും പറയും, അല്ലെ? ചിന്തകൾ ഇവിടെയും പറയും. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയ തൊഴുമ്പോ എന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കയറണം. അതിനാണ് ഈ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഈ തൊഴുന്നതിന്റെ അർത്ഥം അറിയാമോ? പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും ദൈവത്തിന് വേണ്ടിയല്ല കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ വചനമാണിത്.
നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അള്ളാഹുവിന് ഒരു നേട്ടവുമില്ല, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന് ഒരു കോട്ടവുമില്ല. ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞിട്ട് കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത് പല അമ്പല കമ്മിറ്റിക്കാരും വിചാരിച്ചത് ഇത് വായിച്ചു കേട്ടിട്ട് രാമൻ നന്നാവാനാണ്. കാരണം കമ്മിറ്റി പ്രസിഡന്റ് വരെ കേൾക്കാനിരിക്കൂല, മൈക്കുണ്ടാവും അമ്പലത്തിനെ കൊള്ള വെച്ചിട്ട് ദൈവം കേട്ടിട്ട് നന്നാവാൻ. എന്തിനാ ശ്രീരാമ രാമ എന്ന് ജപിക്കുന്ന അറിയാവോ? അറിയില്ല, അന്വേഷിക്കാറില്ല, ഒന്നും അന്വേഷിക്കാറില്ല. മഹാവിഷ്ണുവിന്റെ പേരിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ 500 രൂപ ഇപ്പൊ തരും. എന്താ വിഷ്ണു എന്നുള്ള വാക്ക്? വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവർ കുറയില്ലേ? വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയുന്ന ആരും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 500 രൂപ തരും. ആരും ഒന്ന് കൈവെക്കും. എന്താ വിഷ്ണു? അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. വെറുതെ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം നാട്ടോ, ഐശ്വര്യദേവത. കർക്കിടക മാസത്തില് ജ്യേഷ്ഠ കളിയാടും. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോ ബാക്ടീരിയയും ഫംഗസും വൈറസും ശക്തി പ്രാപിക്കുമ്പോ സകലയാക്കും പനിയും ചിനിയും ജലദോഷമായിരിക്കും അല്ലേ? ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ കർക്കിടക മാസത്തിൽ എല്ലാ കുട്ടികളും 11 എഴുതും മൂക്കൊണ്ട്. ജലദോഷം വന്നിട്ട് മൂക്കൊന്ന് 11 ഇറങ്ങി വരുന്നുണ്ടാവും. അതാണ് മൂക്കൊണ്ട് 11 എല്ലാവർക്കും പനിയായിരിക്കും, എല്ലാവരും ജലദോഷമായിരിക്കും. അപ്പൊ മൊത്തത്തില് ഒരു അന്ധകാരം വ്യാപിക്കുമ്പോ ജ്യേഷ്ഠ കേട്ടിട്ടുണ്ടോ? ജ്യേഷ്ഠ ഭഗവതി എന്ന് പറഞ്ഞാൽ പോതി 2 ഉണ്ട്. നമ്മള് മലബാറിലെ തെയ്യങ്ങളില്ലേ, വലിയ പോതിയും ചെറിയ പോതിയും. പോതി എന്ന് പറഞ്ഞാൽ മൂത്തോള് ജ്യേഷ്ഠയാ, ജ്യേഷ്ഠത്തി. അതാ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത്. മഹാദുഷ്ടയാ, വസൂരി, കുരിപ്പ് എന്ന് പറഞ്ഞത് അസുഖമാണ്. പൊട്ടിയാട്ടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ പൊട്ടിയെ കർക്കിടക മാസത്തിൽ ഇതിനെ ആട്ടി പുറത്താക്കുന്ന ഒരു ചടങ്ങുണ്ട്, പണ്ടുണ്ടായിരുന്നു. ഈ ജ്യേഷ്ഠ മുന്നിൽ നടക്കും, പറകിൽ ഐശ്വര്യ ദേവതയും നടക്കും. അതുകൊണ്ടാ പണ്ടത്തെ ആളുകൾ കുളിച്ചാൽ ഈ 2 ആൾ ശരീരത്തിൽ കയറി ഇരിക്കുന്ന അവരുടെ സങ്കല്പം, ജ്യേഷ്ഠയും അനുജത്തിയും. അതുകൊണ്ടാ പണ്ടത്തെ ആൾ ആദ്യം പുറന്തോർത്തിയിട്ടേ മുഖം തോർത്തും. കാരണം മുന്നിൽ വരയ്ക്കുന്ന ജ്യേഷ്ഠയല്ലേ, ആദ്യം തുറക്കുന്നവർക്ക് ജ്യേഷ്ഠ കയറിയിരിക്കും. ജ്യേഷ്ഠനെ പുറത്താക്കി മുഖത്ത് ഐശ്വര്യം വരുത്താനാണ് ഈ പുറന്തോർത്തി മുഖം തോർത്തുന്നത്. ഈ ജ്യേഷ്ഠ പോകണമെങ്കിൽ ഐശ്വര്യം വരണം. അപ്പൊ കർക്കിടക മാസത്തിലെ ജ്യേഷ്ഠയെ പറഞ്ഞേക്കണമെങ്കിൽ ശിവോതിയെ വിളിക്കണം. ശിവോതി എന്താ? ശ്രീ ഭഗവതിയെ വിളിക്കുക. ശ്രീ ഭഗവതിയെ വിളിക്കണമെങ്കിൽ ഭാര്യനെ മാത്രം കല്യാണം ക്ഷണിച്ച ഭർത്താവ് വരുമോ? ഇല്ല, ഭർത്താവ് വരില്ല, ഭാര്യ വരില്ല. എന്നാ ഭർത്താവിനെ ക്ഷണിച്ച ഭാര്യ പോകും, എന്നാ ഭാര്യനെ മാത്രം ക്ഷണിച്ച ഭർത്താവ് പോവില്ല. അതെന്താ ന്യായം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഭർത്താവിനെ വിളിക്കണം, സ്ത്രീയെ രമിപ്പിക്കുന്നവനെ വിളിക്കുക കർക്കിടക മാസത്തിൽ. അതാണ് ഈ ശ്രീരാമ എന്ന് പറയുന്നത് കേട്ടോ. ശ്രീരാമ എന്ന വാക്കിന്റെ അർത്ഥം, ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ. ശ്രീരാമ രാമ രാമ എന്ന് പാടുന്നത് ആദ്യത്തെ ശ്രീരാമൻ ഐശ്വര്യ ദേവതയെ രമിപ്പിക്കുന്നവൻ. രണ്ടാമത്തെ രാമന് ശ്രീരാമ രാമ എന്ന് പറയുന്ന രണ്ടാമത്തെ രാമൻ ഏതാ? രണ്ടാമത്തെ രാമന് വേറെ അർത്ഥം. രണ്ടാമത്തെ രാമന്റെ അർത്ഥം അറിയാവോ? രാജബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകണം. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായമുട്ടണം. അതാ രാമ എന്ന മന്ത്രത്തിന്റെ അർത്ഥം പിടി കിട്ടിയോ? പലരും വിചാരിച്ച് രാമരാമ എന്ന് ജപിക്കുന്നത് രാമന് വേണ്ടിയിട്ടാണ്. അല്ല, ഇവിടെ ഉള്ളിലുള്ള ഇരുട്ട്. അതുകൊണ്ട് അമ്പലത്തിലെ വെളിച്ചത്തെ, ഇതല്ലേ ലൈക്കടിക്കുന്ന വരല്, ഇതല്ലേ തള്ളവരല്, അതിലൂടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നതാണ് തൊഴല്. ആ വെളിച്ചം ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ മാത്രം പോരാ, വികാരങ്ങളിൽ മാത്രം പോരാ, ചിന്തയിലും വേണം. അതുകൊണ്ട് ആ തൊഴുത് കഴിഞ്ഞിട്ട് മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ പിടിയാ, ഇങ്ങനെ കണക്ടിവിറ്റിയാ. ഇവിടുന്ന് മേലോട്ട് കണക്ഷൻ കൊടുക്കുക. ചിന്തയും വികാരങ്ങളും പരസ്പര പൂരിതമായി നിൽക്കുമ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത് എന്നതിന്റെ തെളിവാണത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്റലിജൻസ് കോഷ്യന്റ് മാത്രം വളർത്തിയിട്ട് കാര്യമില്ല, ഇമോഷണൽ കോഷ്യന്റ് കൂടി വളർത്തിയെടുക്കാൻ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം, നാട്ടുകൂട്ടായ്മകൾ ശക്തിപ്പെടുത്തണം. ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക, വീട്ടിലിരിക്കുക, ഭക്ഷണം മുഴുങ്ങുക, തിന്നുക, വിസർജിക്കുക, മക്കളെ ഉണ്ടാക്കുക. ഈ പണി മാത്രം എടുത്താൽ നമ്മുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടും. കാരണം റേഷൻ കാർഡ് മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല. നമ്മൾ മനുഷ്യരാവണമെങ്കിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോഴാണ് പ്ലസ് ഉണ്ടാവുന്നത്. ചിന്തകളും വികാരങ്ങൾ എക്സ് ആക്സിസിലും ചിന്ത വൈ ആക്സിസിലും വരക്കാം. അപ്പോഴാണ് പ്ലസ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം മനസ്സിലായി? എ പ്ലസ് വേണ്ടേ? ചിന്തകളും വികാരങ്ങളും കണക്ടിവിറ്റി ഉണ്ടാവണം, അപ്പോഴേ മനുഷ്യത്വം ഉണ്ടാവും. വികാരങ്ങൾ വേണം നമുക്ക്. ചിരിക്കണം,
ചിരിക്കാതിരിക്കുകയും വേണം. വേണ്ടേ? ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, ചിരിക്കാൻ പാടില്ലാത്തടത്ത് ചിരിക്കരുത്. വില്ലന്മാരുടെ പ്രത്യേകത, അവർ ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ ചിരിക്കൂല, എന്നാൽ ദുഷ്ടത ചെയ്യുമ്പോൾ പൊട്ടിച്ചിരിക്കും. അതാണ് വില്ലൻ, അല്ലേ? ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ ചിരി ഷോലെ സിനിമയിലെ അംജദ് ഖാന്റെ ചിരിയാണ്. കേട്ടിട്ടില്ലേ? ഗംഭീര ചിരിയാണ്. ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, കരയേണ്ടടുത്ത് കരയണം, കരയാൻ പാടില്ലാത്തടത്ത് കരയരുത്. ദേഷ്യം വരേണ്ടടുത്ത് ദേഷ്യം വരണം. വേണ്ടേ? ദേഷ്യം ചില ആൾ പറയും ഓനൊരു സാധുവാ, ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല, പിന്നെന്തിനാ ഒരുത്തൻ? ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല. അങ്ങനെ ഒരുത്തൻ വേണോ ഈ ഭൂമിയിൽ? വേണോ? അങ്ങനെ ഒരാൾ വേണ്ട. ദേഷ്യം വരുന്നിടത്ത് ദേഷ്യം വരണ്ടേ? എന്നാ ദേഷ്യം വരാൻ പാടില്ലാത്തടത്ത് ദേഷ്യം വരരുത്. അതെപ്പോൾ എവിടെ എങ്ങനെ അതറിയില്ല നമ്മുടെ പുതിയ തലമുറക്ക്. ചെറിയ വിഷയത്തിൽ വലിയ ദേഷ്യം വരുന്ന കുട്ടികൾ. എന്തുകൊണ്ടാ? 50 പൈസേന്റെ കാര്യത്തിന് 500 രൂപയുടെ ചീത്ത പറയും അമ്മ, അല്ലേ? ഒരു കുപ്പി ഗ്ലാസ് പൊട്ടിപ്പോയെങ്കിൽ 25 രൂപ കൊടുത്ത ഒരു കുപ്പി ഗ്ലാസ് കിട്ടും. അതിന് ചില രക്ഷിതാക്കൾ മക്കളെ ചീത്ത പറയുന്നില്ലേ? 25 രൂപയുടെ ഗ്ലാസ് പൊളിഞ്ഞതിന് 2500 രൂപയുടെ ശകാരാണ്, അല്ലേ? അപ്പൊ അതാണ് ഈ വൈകാരികമായ പക്വത നഷ്ടപ്പെടുകയാണ്. ദേഷ്യം വരേണ്ടടുത്ത് വരണം, എന്നാൽ അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലല്ല ദേഷ്യം. ഇപ്പോ അമിതമായിട്ടാണ്. ചെറിയ വിഷയത്തിന് ചൂടാകുന്നത്. കേരളത്തിൽ എത്രയോ വാർത്തകൾ കുത്തിക്കൊല്ലുന്നു, അല്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിക്കുമ്പോ വളരെ സുഹൃത്തുക്കളായിരിക്കും, പക്ഷേ ഷെയറിട്ട് കുടിക്കുമ്പോ അളവിൽ അല്പം കൂടിപ്പോയി ഒരുത്തണ്ടത്. അതിന്റെ പേരിൽ പ്രാർത്ഥിച്ചില്ല ഒരുത്തനെ കൊന്നു. ഇത് ഗ്ലാസ് ഒരുപോലെ വെച്ചപ്പോ ഒന്നിൽ അല്പം കൂടിപ്പോയി, അതിന്റെ പേരിൽ തർക്കിച്ചിട്ട് കൊന്നു. ചെറിയ വിഷയത്തിന് വികാര വിക്ഷോഭത്തോടു കൂടി അതിനെ അടക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൂടെ ഈ ആർദ്രതയെ, വൈകാരികമായ പക്വതയെ കൂട്ടായ്മകളിലൂടെ ഉണ്ടാവണം. മനുഷ്യക്കൂട്ടങ്ങൾ ഒത്തുചേരണം. നമ്മൾ ഉണ്ടാക്കിയ ഈ സംസ്കാരമെല്ലാം തന്നെ ഏതെങ്കിലും ഒരാൾ ഗുഹയിലിരുന്നിട്ട് ധ്യാനിച്ചിട്ടുണ്ടായതല്ല, ഏതെങ്കിലും ഒരാൾ വീട്ടിലിരുന്ന് പുസ്തകം വായിച്ചിട്ടുണ്ടായതല്ല. മനുഷ്യർ ഒത്തുചൂടിയിട്ടാണ്. ഉപനിഷത്തുകളൊന്നും തന്നെ ഒരാള് കടഞ്ഞെടുത്തിട്ട് ഗുഹയിൽ എഴുതിയല്ല, ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ട് തർക്കിച്ചിട്ടുണ്ടായതാണ്. ആദ്യം അന്വേഷിച്ചപ്പോ ദൈവത്തിലാണ് കണ്ടെത്തിയത്, ദൈവത്തെയാണ് സത്യമായിട്ട് കണ്ടെത്തിയത്. അവിടുന്ന് പിന്നെയും പോയപ്പോഴാണ് ശാസ്ത്രത്തിലൂടെ നമ്മൾ ഒരുപാട് സത്യങ്ങൾ കണ്ടെത്തിയത്. നിശേഷ സത്യത്തെ അന്വേഷിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. എഴുതി വെച്ച പാഠപുസ്തകത്തിലെ സത്യം മാത്രം പഠിച്ചാൽ പോരാ. അർദ്ധസത്യങ്ങൾ, അപൂർണ സത്യങ്ങൾ, അസത്യങ്ങൾ 1,00,000 കൂട്ടി വെച്ചാലും ഒരു പൂർണ്ണ സത്യത്തിന്റെ അടുത്തെത്തില്ല. ഇപ്പൊ നോക്കൂ, നമുക്ക് എത്ര ബൾബ് വേണം? ഇപ്പോ പുറത്തിറങ്ങി നോക്കൂ, ആകാശത്ത് 1,00,000 നക്ഷത്രം ഉണ്ടായിട്ട് എന്തും കാര്യമുണ്ട്? നമുക്ക് 1,00,000 നക്ഷത്രം ഉണ്ട് ആകാശത്ത്. ഇപ്പോ രാത്രിയിൽ തിളങ്ങി നിൽക്കുന്നു. പക്ഷെ നമുക്ക് LED-യും CFL-ഉം ട്യൂബ്ലൈറ്റും വേണം. എന്നാ പകലോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ. അത് സാധാരണ നക്ഷത്ര, വലിയ നക്ഷത്രമൊന്നും അല്ല സൂര്യൻ. തിരുവാതിര നക്ഷത്രത്തെ അപേക്ഷിച്ച് സൂര്യൻ ചെറിയൊരു നക്ഷത്രമാണ്. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നു. എന്തുകൊണ്ടാ? അതിന് നമ്മൾ സത്യത്തിന് അടുത്തായത് കൊണ്ടാണ്. ബാക്കിയുള്ള സത്യങ്ങളിൽ നമ്മൾ അകലെയാണ്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിയാണ്. സത്യം കണ്ടെത്താനുള്ള യാത്രയാണ് മനുഷ്യൻ. അതിന് നമ്മൾ മനസ്സും ഹൃദയവും പരസ്പരം കണക്ട് ചെയ്യണം. മനസ്സും ഹൃദയവും 2 വഴിക്കാവരുത്. അതിനെ ചേർത്ത് നിർത്തണം. ആ ശരീരത്തെ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അടിമയാക്കി വെക്കണം. അടങ്ങാൻ പറയണം. ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോ കുട്ടി ഭയങ്കരമായ കരച്ചിലും നിലവിളിയും. അപ്പൊ ഇയാള് കുട്ടിയോട് അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി വാങ്ങി കൊടുത്തു. കുട്ടി കരച്ചത് നിർത്തുന്നില്ല. കുട്ടി വീണ്ടും നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വീണ്ടും അടങ്ങ് മാധവ എന്ന് പറഞ്ഞ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. കുട്ടി അതും തിന്ന് വീണ്ടും കരയാം. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങി കൊടുത്തു. അത് കിട്ടിയിട്ടും കുട്ടി കരച്ചത് നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങി കൊടുത്തിട്ടും കുട്ടി കരയുന്നു. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓരോന്നും വാങ്ങിക്കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇയാളെ കൂടെ ഒരാൾ നടക്കുന്നു.
അയാൾക്കാണ് സഹിക്കാൻ പറ്റാഞ്ഞത്. ഇയാളോട് പറഞ്ഞു, നിങ്ങളെന്തൊരു ക്ഷമയാ കാണിക്കുന്നത്, ഞാനാണെങ്കിൽ ഇതിനെന്തോ ചെയ്തു. എന്നിട്ട് കൂടെ വന്നാൽ ഇയാളെ സഹായിക്കാൻ കുട്ടിയോടൊന്നും പേടിപ്പിച്ചു. എന്താ മാധവ, നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ മാധവ കരച്ചിൽ നിർത്താത്ത? അപ്പൊ അയാൾ പറയാ, കുട്ടീന്റെ പേര് മാധവൻ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടെ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത് ആരാ? മാധവൻ. അപ്പൊ അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. മനസ്സിലായോ? ഈ ദേഷ്യം വരുമ്പോ ഒറ്റ വർത്താൻ അടങ്ങ് മാധവ. അടക്കാൻ പഠിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോ എന്താ ഈ ഗുരുവിലേക്കും തലതിരിഞ്ഞു പോയി. നമ്മുടെ ഈ ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ലോകത്തെ എല്ലാ സ്കൂളിലെ കുട്ടികളും കേട്ട കഥയാണ് ആമയും മുയലും പന്തയം വെച്ച കഥ, അല്ലേ? ആ കഥയിൽ ആമ മെല്ലെ ഇഴഞ്ഞു പോയി, മുയൽ കുതിച്ചോടി. കുറെ അപ്പുറത്തെത്തിയപ്പോ മുയൽ തിരിഞ്ഞു നോക്കി. ഞാൻ ഇത്ര നേരത്തെ ആമ എന്ന് വളരെ പറയില്ല. നേരത്തെ അവിടെ എത്തിയിട്ട് 2 മെഡൽ കിട്ടൂലല്ലോ, പിന്നെ എന്തിനു സ്പീഡാകുന്നു? ഒന്ന് വിശ്രമിക്കാം. മുയല് വിശ്രമിച്ചുറങ്ങിപ്പോയി. ഉറക്കം തെളിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി തിരിച്ചു വരും. എന്നിട്ട് അധ്യാപകർ നമ്മളോട് പറഞ്ഞു, അലസന്മാർ പരാജയപ്പെടും, പരിശ്രമശാലികൾ വിജയിക്കും. കഥ എവിടെ തീർന്നു? എന്നാൽ ആ കഥയെ നമുക്കൊരു ഡീകൺസ്ട്രക്ഷൻ നടത്തണ്ടേ, ഒരു പുനർവായന നടത്തണ്ടേ? നമ്മുടെ യുവാക്കൾ, യുവതികൾ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആമയും മുയലും എന്താണെന്നറിയോ? ആമ എന്ന നമ്മുടെ ശരീരമാണ്, മനസ്സെന്ന് പറയുന്ന മുയലാണ്. നമ്മുടെ ശരീരം വലിയ വളരൂ, മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. നമ്മുടെ ശരീരം വലിയല്ലേ വളരും. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടൂലേ? നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയ? 6 മാസം കഴിഞ്ഞില്ലേ ദോശ മറിച്ചിടാൻ? ഒന്ന് കുമ്പിടാൻ 6 മാസമാവില്ലേ? LKG-യിൽ പോകുമ്പോ, അംഗനവാടിയിൽ പോകുമ്പോ 3 വയസ്സാവും. എന്നാ 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയല്ലേ നമ്മളെ കുട്ടിയോ? SLC-ക്ക് പഠിക്കുന്ന നമ്മുടെ കുട്ടി ഒരു പശുവായിട്ടാ ജനിച്ചെങ്കിൽ 15 വയസ്സിൽ 10 വെച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ ശരീരം വലിയ വളരും, പക്ഷെ മനസ്സൊരു അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നെയ്യാറ്റിൻകര സ്കൂളിലെ ഒരു വിജയോത്സവ പരിപാടിയിൽ പ്രസംഗിക്കാൻ പറ്റും. അപ്പോ അൻസലിന് MLA സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അന്നേരമാണ് ഞാൻ കയറിച്ചത്. ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരു പെൺകുട്ടി, ഒരു ഇത്ര ഉയരമുള്ള ഒരു അലമാര പോലത്തെ ഒന്നിന്റെ അകത്ത് റൂബിക്സ് ക്യൂബുകൾ ഉണ്ടല്ലോ, ആ ക്യൂബുകൾ ഇങ്ങനെ അറ്റിയിടുന്നു. ഞാൻ ചോദിച്ചത് എന്താ? ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ഈ കുട്ടി എന്താ ചെയ്യുന്നത്? 600 ക്യൂബുകൾ ഈ കുട്ടി ഇങ്ങനെ അറ്റിയായി വെക്കുക. അവസാനം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലെ മരണപ്പെട്ട മനുഷ്യർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് ദീപങ്ങൾ, ചെരാതുകൾ തെളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സദസ്സിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് ഈ റൂബിക്സ് ക്യൂബിന്റെ പുറത്തുനിന്ന് ഈ കുട്ടി അറ്റിയിട്ടതിന്റെ അങ്ങേ ഭാഗം ഞാൻ കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ആ ക്യൂബ് അറ്റി വെച്ചിട്ട് എന്റെ മുഖത്തിന്റെ ചിത്രമാണ് കുട്ടി വരച്ചത്. എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, എന്റെ മുഖത്തിന്റെ ചിത്രം. എന്തൊരു കഴിവാണ് നമ്മുടെ കുട്ടികൾക്ക്. ആ ക്യൂബുകൾ അഡ്ജസ്റ്റ് ചെയ്ത്, അതിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 600 ക്യൂബുകൾ ബാക്കെന്നാണ് കുട്ടി അറ്റി വെക്കുന്നത്. പക്ഷെ മുന്നിൽ അത് കഴിയുമ്പോഴേക്ക് എന്റെ ചിത്രം. ഒരു ഗിന്നസ് ബുക്കിൽ പേര് കിട്ടിയ കുട്ടിയാണ്. നമ്മുടെ കുട്ടികൾ എന്തൊരു ബുദ്ധിയാണെന്നറിയോ? നമ്മൾ പഠിക്കുന്നതിന്റെ 10 ഇരട്ടി ബുദ്ധി കുട്ടികളുണ്ടില്ലേ? നമ്മളെ ചെറുപ്പത്തിൽ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ കുട്ടികൾക്ക് അറിയാം. ഭയങ്കര ബുദ്ധിയാണ്. 600-ൽ 210 കിട്ടാണ്ട് തോറ്റത്ര ആയിട്ടില്ല നമ്മുടെ കാലം. ഇപ്പൊ കുട്ടികളെ മാർക്ക് എത്രയാ? ഫുൾ A+ ഒരു വിഷയത്തിൽ 90 കുറഞ്ഞു പോയെങ്കിൽ തോറ്റ മട്ടില്ല. ഫുൾ A+ ഇല്ല. അപ്പുറത്തെ രമേശൻ ചോദിക്കും, എനിക്ക് ഫുൾ A+ ഇല്ല. ഈ ചോദിക്കുന്ന രമേശൻ പണ്ട് 210 കിട്ടാണ്ട് തോറ്റവനാണ്. മനസ്സിലായോ? ഭയങ്കര ബുദ്ധിയാ കുട്ടികൾ. മുയലിനെ പോലെ കുതിച്ചോടുക മനസ്സ്, ശരീരം ആമയെ പോലെ ഇഴഞ്ഞു വളരുക. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, കുടുംബങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഒരു നിശ്ചിത പ്രായത്തുമ്പോ കുട്ടികളുടെ മനസ്സ് കിടന്നുറങ്ങുന്നുണ്ടോ ശ്രദ്ധിക്കണം. അവരുടെ ശരീരം കേറി ഭരിക്കുന്നുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര തത്വങ്ങൾ പഠിക്കുക. ഒരു മനുഷ്യന്റെ സകലമായ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് അവന്റെ ലൈംഗിക ഹോർമോണുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ആ ഹോർമോണുകൾ പണ്ടെപ്പോഴാണ് ഉണ്ടാകുന്നത്? അതിനൊരു കണക്കുണ്ട്. യേശുദാസിന്റെ പഴയ ഒരു സിനിമാ പാട്ടിലെ കണക്കുണ്ട്. ഞാൻ ഈ സിനിമാ പാട്ടിന്റെ അർത്ഥം അന്വേഷിക്കുന്ന പോകുമ്പോഴാണ് ഒരു പഴയ പാട്ട്. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കീരുകീരെ തുറന്നു നോക്കി. 200ന്റെ കണക്കെന്താ? 200 പൗർണമി ചന്ദ്രിക. 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നത് 84 വയസ്സിൽ, 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 17 വയസ്സാവും. മനസ്സിലായി? കൗമാരം തുടങ്ങുന്നത് അന്ന് 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോ. എന്നാൽ ഇപ്പൊ അതല്ല, ഇപ്പൊ 150 എത്തുന്നില്ല. കാരണം അന്നത്തെ ഭക്ഷണവും ഇന്നത്തെ ഭക്ഷണവും തമ്മിൽ വ്യത്യാസം. അന്നൊക്കെ ഞങ്ങൾക്ക് എന്താ ഭക്ഷണം, ഉച്ചക്കെന്താ കറി എന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കും. ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്കും പോലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലെ. ഒരേ കറി ആയിരിക്കും, തിരിച്ചും കുറച്ചും പറയും. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? എന്നാൽ ഇപ്പോഴെത്രയാ എണ്ണ, എത്രയാ തേങ്ങ അരക്കുന്നത്, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാം ഓയില്, അല്ലേ? എത്രയാണ് മീന്, എത്രയാ ഇറച്ചി തിന്നത്? നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തെല്ലാം മോഡൽ ഭക്ഷണമാണ് ഇപ്പൊ. നമുക്കെല്ലാം ആയിരക്കണക്കിന് പേരുണ്ടെങ്കിൽ മരിച്ച ഒരു പേരിലേ ഉള്ളൂ നമുക്ക്. ശവം അല്ലെ മയ്യത്ത്. എന്നാ കോഴീന്റെ ഭാഗ്യം നോക്കിയാട്ടെ, കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ, മരിച്ച 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ മറന്നടിച്ചെന്ന് പറഞ്ഞു. എത്ര ഇതെല്ലാം കുട്ടികൾ കഴിക്കുക. അതുകൊണ്ട് ഇപ്പൊ 17 അല്ല 10, 11, 12 വയസ്സ് പെൺകുട്ടികൾ ഋതുമതിയാവുന്നു. ആൺകുട്ടികള് UP സ്കൂൾ പഠിക്കുന്ന ആൺകുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. പ്രേമം. നമ്മളെല്ലാം കാലത്ത് പ്രേമല്ല ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ ധൈര്യമായിട്ട് മിണ്ടിയില്ല, അല്ലേ? ആരാദ്യം പറയും, ആരാദ്യം പറയും. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്, പേടിച്ചിട്ട്. പറഞ്ഞാ പ്രശ്നവും. എന്നിട്ട് ഇപ്പൊ 10 വയസ്സെല്ലായി കഴിഞ്ഞിട്ടാകുമ്പോ അന്നത്തെ പ്രേമം ഒന്ന് തുറന്നു പറയാനുള്ള ചാൻസ് ഉണ്ടോ നോക്കി പൂർവ്വ വിദ്യാർത്ഥി സംഘം അല്ലേ? അന്ന് എന്നെ പ്രേമിച്ചില്ലേലും. അപ്പൊ ഓള് പറയും, പാട കീറി പോയി, മോന് മറിഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യാനെന്ന് പറയും, അല്ലേ? അതാണ് ഇന്നിപ്പോ UP സ്കൂളിലെ കുട്ടികൾ ഉടനെ തോന്നുമ്പോ അപ്പം തന്നെ പറയാ. കാരണം അവരുടെ ഹോർമോൺ അവരെ കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യാ, അല്ലേ? 10, 12, 13 വയസ്സാവുമ്പോഴേക്ക് ഏതൊക്കെ ഒരു ചെക്കൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല, അടുത്ത സ്കൂള് പോയി. പോകുമ്പോ മനസ്സ് പറയണ്ടേ, നീ ഇപ്പല്ലേ ഇവനെ കണ്ടത്, നീ എത്ര 15, 18 കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയും നീ കരയിച്ചിട്ട് പോകാവോ? അച്ഛനും അമ്മേന്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം? അടിസ്ഥാനപരമായ വ്യത്യാസം. മറ്റുള്ളവരെല്ലാം നമ്മളെ കണ്ടതിന് ശേഷം സ്നേഹിച്ചത്, അല്ലേ? നമ്മളെ കണ്ടതിന് ശേഷം സ്നേഹിച്ചത്. എന്നാ അച്ഛനും അമ്മയും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയത്, അല്ലേ? ഇതെല്ലാം പറയണമെങ്കിൽ മനസ്സ് വേണ്ടേ? മനസ്സ് മോയൽ ഉറങ്ങി. ശരീരത്തിന് ഏടുന്നെങ്കിൽ ഒരുത്തനെ കിട്ടണം, ഒരു പെണ്ണിനെ കിട്ടണം, ഒരു ചെക്കനെ കിട്ടണം. ഓടി മനസ്സുറങ്ങി. അവസാനം മനസ്സ് ഉണരുമ്പോഴേക്ക് ശരീരം പോയിട്ട് ട്രോഫി വാങ്ങി വരുന്നുണ്ടാവും. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി എടുത്ത് വരുന്നുണ്ടല്ലേ, അല്ലേ? അതാ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ, അവരുടെ മനസ്സിന്, അവർക്ക് അറിവ് കൂടുതലാണ്, ബുദ്ധി കൂടുതലാണ്, ഇന്റലിജൻസ് കോഷ്യന്റ് കൂടുതലാണ്. അതിനെ സർഗാത്മകവും ആർദ്രവുമായിട്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിത്തറയിൽ, സാമൂഹ്യ ബന്ധങ്ങളുടെ അടിത്തറയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ നല്ല പരിശ്രമം നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ മനുഷ്യനും തമ്മിലുള്ള അച്ഛനമ്മ, സഹോദരി സഹോദരന്മാരുള്ള ബന്ധത്തിന്റെ അടിത്തറ തകരും. അതാണ് വരാൻ പോകുന്നത്. ഭാരതത്തിന്റെ സാംസ്കാരിക അടിത്തറ കുടുംബത്തിലാണ്. ആ കുടുംബ ബന്ധങ്ങളുടെ കഥയാണ് മഹാഭാരതവും രാമായണവും ഒക്കെ. കുടുംബങ്ങൾ തമ്മിൽ എന്തായിരിക്കണം? ദശാവതാര ഗാഥകൾ ജീവന്റെ ഉൽപ്പത്തിയും വികാസവുമാണ്. വെള്ളത്തിലാണ് മീനുണ്ടായത്, വെള്ളത്തിലല്ലേ ജീവൻ ഉണ്ടായത്. ആദ്യത്തെ അവതാരം മീനാണ്. പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ആമ, കൂർമ്മം. പിന്നെ കാട്ടിൽ ജീവിക്കുന്നത് വരാഹം, പന്നി. പിന്നെ മരുത്തുമ കയറുന്നത് മുഖം കണ്ട സിംഹം, ഉടല് കണ്ട നരസിംഹം. പിന്നീടാണ് മനുഷ്യൻ ആദ്യത്തെ ഉപകരണം ഉണ്ടാക്കിയത്.
മനുഷ്യനുണ്ടാക്കിയ ആദ്യത്തെ ഉപകരണം സഞ്ചരിക്കുന്ന വീടാണ്. എന്റെ പേരാണ് കൊട. കോലക്കൊടി എന്തിയ വാമനൻ. എണ്ണാൻ തുടങ്ങി, എണ്ണം പഠിച്ചു, അളവും പഠിച്ചു. അങ്ങനെയാണ് വാമനൻ 3 അടി അളക്കുന്നത്. പക്ഷെ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രകാരം കേസ് എടുക്കേണ്ടതാണ്. കാരണം അളവ് എനിക്ക് തോന്നിയ മട്ടില്ല, 4 അടി നീളം തുപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോന്നിയ അല്ലേ? അതാണ് അത് അളവുണ്ടായത്. അതിനുശേഷമാണ് ശിലായുഗത്തിൽ നിന്ന് ഇരുമ്പ് കണ്ടുപിടിച്ചത്. ആ ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ തള്ളിയിട്ടിട്ട് ചുമല് വെച്ചിട്ട് ഒരാൾ വന്നു. അതാണ് പരശുരാമൻ അല്ലേ? ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? സുചീന്ദ്രദാസ്. അറിയാമോ? സുചീന്ദ്രനാഥനെ അറിയാം? സുചീന്ദ്രനാഥ എന്ന് പറഞ്ഞൊരു പഴയ സിനിമ പാട്ടുണ്ട്, സുചീന്ദ്രനാഥ്. അതിൽ ദേവി കന്യാകുമാരിയിൽ മാധുരി പാടുന്ന ഒരു മനോഹരമായ പാട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കണ്ണാ പാലാഴി തിരയിലൊഴുകും ആലിലെ കണ്ണാ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്നുള്ള പാട്ടില് ഒരു വരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ പണ്ടൊരു പൂത്തിമിംഗിലമായി, മത്സ്യാവതാരം. അതിന്റെ അടുത്ത വരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ പണ്ടൊരു മുനികുമാരനായി, അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ് നീരാഴി. പരശുരാമൻ മഴു പറഞ്ഞ കഥയാ. അതിനുശേഷമാണ് സംസ്കാരത്തിലേക്ക് ആരംഭിക്കുന്നത്. അതാണ് രാമായണം, രാമന്റെ കഥ എന്ന് പറഞ്ഞാൽ. അന്ന് വരെ ഒരു ഭാര്യക്ക് അത്രയും ഭർത്താവാകാം, ഒരു ഭർത്താവിന് അത്രയും ഭാര്യയില്ല. അതിന് ചോദ്യം പറിച്ചൊന്നുമില്ല, ഇഷ്ടപ്പെടും. ദശരഥനിൽ എത്തുമ്പോഴേക്ക് 3 ആയി ചുരുങ്ങി അല്ലേ? കൗസല്യ, കൈകേയി, സുമിത്ര. രാമനിൽ എത്തിക്കുമ്പോ 1, ഒറ്റ ഭാര്യ, ഒറ്റ ഭർത്താവ്. അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിരിക്കുന്ന ആ ഭാര്യയെ 10 തലയുള്ളവൻ മോട്ടിച്ച് കടലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയാലും അതിനെ അല്ലാതെ വേറൊന്ന് വേണമെന്ന് ആഗ്രഹിക്കാതെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അയനമാണ് രാമ അയനം. രാമായണം എന്താ? രാമന്റെ യാത്ര എന്താ? ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആർത്ഥതയാണ്. അതിനുവേണ്ടി പോവുക രാമൻ 1 മാട്രിമോണിയിൽ കൊടുത്താൽ 1000കണക്കിന് പേർ കിട്ടൂല അല്ലേ? രാജാവല്ലേ, കിട്ടുമല്ലോ. വേണ്ട, അത് മതി. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആർദ്രതയാണ് രാമായണം. ആ രാമായണം വീട്ടിൽ നിന്ന് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്നുണ്ടാവും വിവാഹം എന്ന പരിപാടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തുള്ളിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം തെറ്റില്ല, അർത്ഥം മനസ്സിലായില്ല. മാംഗല്യം നടത്തുമ്പോ നമ്പൂതിരിമാര് ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, മംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞാൽ താലി, താലി കെട്ടിയിട്ടുള്ള കല്യാണം, അതിന് ചൊല്ലുന്ന മന്ത്രമാണ് മംഗല്യം തന്തുനാനേന. പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ ജീവിതം തൊലഞ്ഞു പോകുന്നു. 10 കൊല്ലമായില്ല നമ്മുടെ കുട്ടികൾ പാടുന്നു മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ പരിപാടി വേണ്ട, ഇത് കല്യാണം വേണ്ട. പിന്നെ എന്ത് ചെയ്യൂ? കാമം ശമിപ്പിക്കാൻ ഏതും ഒരു പെണ്ണിനെയോ ചെക്കനെയോ ഇഷ്ടപ്പെട്ട ഒന്നിച്ച് ജീവിക്കുക, കുറച്ചു കാലം വേണ്ട തോന്നിയാൽ തിരിഞ്ഞു പോവാ. ലിവിങ് ടുഗദറിന്റെ പ്രൊമോഷൻ ഗാനാത് അറിയാവോ? മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന, ലിവിങ് ടുഗദർ. ഒത്തുചേരുക വേണ്ട എന്ന് പറയുമ്പോ കുടുംബ ബന്ധം തീർന്നില്ലേ? അതില് ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ ഇവന്റെ ഈലുണ്ടായ മക്കളെ അവന്റെ അച്ഛൻ നോക്കൂ. അലച്ചു അനാഥ കുട്ടികളെ ഉണ്ടാക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ ആർദ്രത ശക്തിപ്പെടുത്തണം. അതെങ്ങനെ ശക്തിപ്പെടുത്തും? നിങ്ങളുടെ വീട് നല്ല മനോഹരമായ വീടുണ്ടായതുകൊണ്ടും പണമുണ്ടായതുകൊണ്ടും നല്ല കാറുണ്ടായതുകൊണ്ടും അടിപൊളി ഭക്ഷണം ഉണ്ടായതുകൊണ്ടും നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ ആർദ്രത ശക്തിപ്പെടില്ല. അത് ശക്തിപ്പെടണമെങ്കിൽ എന്ത് വേണം? അത് ശക്തിപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മകൾ, ഹൃദയം തുറന്ന സംവാദങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവണം. ഈ ഡെമോക്രസി എന്ന് പറഞ്ഞ MLA, MP, പഞ്ചായത്ത് മെമ്പറേയും തെരഞ്ഞെടുക്കലൊന്നുമല്ല. മനുഷ്യരൊത്തുചേരുന്ന രസതന്ത്രത്തെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ടിവിയും ലാപ്ടോപ്പും എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ ഒത്തുചേരാറുണ്ടോ? വട്ടത്തിൽ ഇരിക്കാറുണ്ടോ? അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം ഒന്നിച്ചിരിക്കാറുണ്ടോ? ഇരുന്നിട്ട് കണ്ണിൽ നോക്കാറുണ്ടോ? സ്നേഹത്തോടെ വർത്തമാനം പറയാറുണ്ടോ? അതാണ് ചോദ്യം. അവിടെ ഒത്തുചേരാൻ അവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ സോഫ്റ്റനാവണം. ഇങ്ങനെ ഈ സോഫ്റ്റനാവുക ഒച്ചത്തിലൊന്നും പറയാതെ വളരെ നല്ല പറയലാണ് സോഫ്റ്റൻ അല്ല.
സോഫ്റ്റൻ, SOFTEN. അതിനൊരു എക്സ്പാൻഷൻ നമുക്ക് ഉണ്ടാക്കാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്, പുഞ്ചിരിക്കാം. നമുക്ക് പുഞ്ചിരിക്കാം. എന്തിനാ മസിൽ പിടിക്കുന്നത്? ചിരിച്ചാലും മരിക്കും, ചിരിച്ചില്ലെങ്കിൽ മരിക്കുമല്ലോ. ഒക്ടോബർ 1 വയോജന ദിനത്തിൽ എന്റെ നാട്ടിലെ കണ്ണവ UP സ്കൂളിൽ മാഷ് ക്ലാസ് എടുക്കുക. വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോ മാഷ് ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ജീവിക്കും. പക്ഷെ പച്ചപ്ലാവിനെയും ഒരു കാലം ഇതുപോലെ പഴുത്ത് വീഴുമെന്ന് ഓർക്കണമെന്നുമാ മാഷ് പറഞ്ഞപ്പോ ഒരു പയ്യനൊരു സംശയം. ഒരു സംശയം എന്താ? ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാടുക്കോ? എന്തായാലും പഴുക്കൂലേ? പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. ചിരിക്കുക, ഒന്ന് പുഞ്ചിരി. മസിൽ പിടുത്ത് ഒഴിവാക്കുക. ഞാൻ മൊത്തം ആളെങ്ങനെ നോക്കുക. ഇതിൽ 9 ആള് എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഹജ്ജ് ഫോണിന്റെ പട്ടിനെ പോലെ എടുത്ത് 9 ആള് കൃത്യം ഞാൻ പറഞ്ഞത്. ആ 9 ആളുടെ കാര്യം എന്താണ്? ബാക്കി എല്ലാവരും ചിരിക്കുന്നു. ആ 9 ആൾ ആരാന്ന് സ്വയം മനസ്സിലാക്കുന്നു. അതാണ് സ്മൈൽ, പുഞ്ചിരിക്ക്. ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്ക്. ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്നു. മസിൽ പിടുത്തല്ല. എല്ലാവരോടും അപ്പുറം ഇപ്പുറം വർത്താനം പറഞ്ഞൂടെ? കാറ്റടിക്കുമ്പോൾ കതിരുകൾ രോഗ്യം പറയുന്നത് കണ്ടിട്ടെങ്കിൽ നമ്മൾ പഠിച്ചൂടെ? കതിരുകൾ കാറ്റടിക്കുമ്പോ അപ്പുറത്തെ വിശേഷം ഇപ്പുറത്ത് കൊടുക്കും, ഇപ്പുറത്തെ വിശേഷം അപ്പുറത്ത് കൊടുക്കുന്നതിനാ. അത് കണ്ടിട്ട് കവികൾ പാട്ടുപാടിയില്ലേ? വരുന്നല്ലിൻ ചുണ്ടിയിലെ കിരുകിയിലെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ, വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കാറ്റേവാ. എന്ത് പാട്ടും പാടട്ടെ, നമ്മൾ വർത്താനം പറയും. ഹൃദയം തുറക്ക്, മക്കള് പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചിരിക്കുമ്പോ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ ഹൃദയം തുറക്കും. നമ്മുടെ ഹൃദയം അടച്ചു വെച്ചാലോ? നിങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം ഇടവഴിയിലും നടവരമ്പിലെല്ലാം പോകുമ്പോ ആളുകളിലും എന്തല്ല രാമട്ട, എന്തല്ല ഒന്നുമില്ല മോനെ, ഒന്ന് നേരത്തിനോളം പോകണം. അതൊരു വർത്തമാനത്തിന്റെ ഹൃദയ ഐക്യമാണ്. അലക്കിക്കൊണ്ടിരിക്കുന്ന കമലാക്ഷിയോട് നാരായണി ഇടവഴിയിലൂടെ പോകുമ്പോ ചോദിക്കുക, നാരായണി അലക്കുന്ന? അപ്പൊ അല്ല, എന്നാ കമലാക്ഷി അലക്കുന്ന? നാരായണി ചോദിച്ചു. അപ്പൊ കമലാക്ഷി പറയാം, അല്ല കമ്പ്യൂട്ടർ നോക്കുന്ന. കണ്ടൂടെ? അവിടെ തീർന്നു ബന്ധം. അലക്കുന്നെന്ന് കാണാഞ്ഞിട്ടല്ല ചോദിക്കുന്നത്, ഒന്നുമൊന്ന് പറയണ്ടേ? അപ്പൊ ഒരുപാട് 2-3 ദിവസം ഉണ്ട് അലക്കാൻ ബാക്കി, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ. അപ്പൊ സങ്കടങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിലുള്ള ഒരു എനർജി മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്യും? അത് അയാളുടെ എനർജി കൂട്ടിയിട്ട് ഇങ്ങോട്ട് തരുമ്പോ നമുക്ക് നഷ്ടമില്ല, സന്തോഷം അല്ലേ? ഇങ്ങോട്ടൊരു ലോക്യം പറഞ്ഞാൽ നമുക്ക് എനർജി നമ്മൾ പുതുക്കിയെടുത്തു. അതേസമയം അയാൾ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലോ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത, ഒരു വേവാത്ത ചേനക്കഷ്ണം തിന്ന പോലെ. അതെന്താ അവിടെ നിന്ന് അനങ്ങാൻ? ഭക്ഷണം കഴിക്കുമ്പോൾ വേവാത്ത ചേനക്കഷ്ണം തിന്നാൽ ചോദിക്കും, പക്ഷെ മാന്താനാവില്ല അല്ലേ? അതാണ്. അപ്പോ ലോക്യം പറയണം, ഹൃദയം തുറന്നാൽ അവരുടെ ഹൃദയം തുറക്കപ്പെടും. അപ്പോ എന്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും ഒത്തുചേർന്ന് നമ്മുടെ ഹൃദയമാണ്. ഭാരതത്തിൽ പണ്ട് ദൂരദർശനിൽ വരുന്ന സ്ഥിരം പാട്ടോർമ്മയുണ്ടോ? എന്ന പാട്ട്. അതിലെല്ലാ ഭാഷയിലും ഒരു വരിയുണ്ട്. മലയാളത്തിലെ വരി ഓർമ്മയുണ്ടോ? എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. അല്ലേ? നമ്മുടെ സ്വരം ഉണ്ടാവണം. എന്റെ സ്വരവും നിന്റെ സ്വരവുമല്ല, നമ്മുടെ സ്വരം ഉണ്ടാക്കാനാണ് ഇത്തരം കൂട്ടായ്മകൾ. ഓപ്പൺ ഹേഡ്, ഫോർവേഡ്ലി, മുന്നോട്ട് കുനിയൂ. അകന്ത വേണ്ട. ഒന്ന് കുനിഞ്ഞാലെന്താ? തകർന്നു പോകും. മനുഷ്യന് നട്ടല് പറകോട്ട് വളയാനല്ല തന്നത്, മുന്നോട്ട് കുനിയാനല്ലേ. പറകോട്ട് വളയുന്ന ഒറ്റയൊരു അവയവേ ഉള്ളൂ, കാലിന്റെ മുട്ട്. ബാക്കിയെല്ലാം മുന്നോട്ടാ. പക്ഷെ ആ പിറകോട്ട് വളയുന്നത് മുന്നോട്ട് നടക്കാനാണ്. പുറകോട്ട് മാത്രം മടങ്ങുന്ന കാല് കൊണ്ടാണ് മുന്നോട്ട് പോയുന്നത് ആളുകൾ, അല്ലേ? ബാക്കിയെല്ലാം മുന്നോട്ടാണ്. പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ പോയ പോലെ SI നിൽക്കുമ്പോൾ എന്താ ഇങ്ങനെ നിൽക്കരുത്. ഇന്ന് കുഞ്ഞു കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നാൽ, എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടികളെല്ലാം എന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ എന്റെ അപ്പുറത്തെ പൊന്നൂസ് ഓടി വരുമ്പോ, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്.
ഞാൻ മണങ്ങൂല ഇങ്ങനെ നിന്നു. ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരും. ഉയരണ്ടേ? കുട്ടികൾ ഉയരണമെങ്കിൽ നമ്മൾ താഴണം. ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ്. പണ്ട് പ്രണയങ്ങൾ പോലും ബോഡി ലാംഗ്വേജിലൂടെയാണ് പ്രകടിപ്പിച്ചിരുന്നത് അല്ലേ? എങ്ങനെയാണ് കാമുകിമാർ പ്രണയം അവതരിപ്പിച്ചിരുന്നത്? കാൽനകം കൊണ്ട്. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാൽനകം കൊണ്ടൊരു വര വരച്ചു. ആ വര ഇന്ന് വരക്കുന്ന ഏതെങ്കിലും കാമുകി ഉണ്ടാവും. ആ വര ഒരു പ്രധാന ഘടകം. ബോഡി ലാംഗ്വേജ്. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയും. അഹന്ത വേണ്ട. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും ഈഗോ കളിച്ചിട്ട മക്കള് വഴിവെച്ചൊന്നും അറിയണം നിങ്ങൾ. അച്ഛനമ്മമാര് എന്റെ വീട്, എന്റെ ചോറ്, എന്റെ കാശ്, മക്കൾ അടിമകളായി നിന്നോളണമെന്നുള്ള ആ ഈഗോ കൊണ്ടാണ് മക്കൾ നിങ്ങളെ വിട്ടു പോകുന്നത്. മക്കളിലേക്ക് താഴൂ. എന്തിന്? മക്കളെ ഉയർത്താൻ. ഒത്തുചേരൂ. ഹൃദയം തുറന്ന് വട്ടത്തിലിരുന്ന് സംസാരിക്കൂ. വഴിയെ പോകുന്ന ആളുടെ ദോഷങ്ങളല്ല, അതാരെ പോകുന്ന കുഞ്ഞിരാമൻ വൃത്തിയോട്ടോന, സെബാസ്റ്റ്യൻ തീരെ പോക്കാം, ബഷീർ ഒന്നിനും കൊള്ളില്ല. ലോകത്ത് സകലയാണ് മോശം, ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ ഒഴിവാക്കും. ഇത് കേട്ടിട്ടാണ് കുട്ടികൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇപ്പൊ എന്താ? എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഇതെല്ലാം സങ്കുചിതത്വമാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. പിന്നെ എപ്പോഴും ബ്രാക്ക് കേൾക്കുന്ന കുട്ടികൾക്ക് എന്താ? എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ചില രക്ഷിതാക്കൾ. അവരെന്താവും? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപകർഷത. എന്നെ ഒന്നിനും കൊള്ളൂല എന്ന അപകർഷത. മൂന്നാമത്തെ ഒരു ടീമുണ്ട് കേട്ടോ. അവരാരെങ്കിലും നിങ്ങളുടെ കമ്മിറ്റി പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ചവർ കേൾക്കുന്നത്. തരന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാം, നിങ്ങളും പോക്കാം. ഒന്നും കൂടെ പിടിക്കുന്നില്ല. എന്തിന് നെഗറ്റീവേ പറയും, നടക്കൂല എന്നേ പറയും. അവര് ഒരാളെ കൊണ്ട് അടുപ്പിക്ക് കമ്മിറ്റി. ഇത് മൂന്നും മാറ്റിയിട്ട് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം ചർച്ചകൾ? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. നമ്മളും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്, പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളും ഉണ്ടിവിടെ. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അപ്പോഴും പൂന്തോട്ടങ്ങളുണ്ട് അല്ലേ? പൂന്തോട്ടങ്ങളുണ്ട്. അതാണ്, അത് നമുക്ക് കാണാൻ പറ്റണം. അതുകൊണ്ട് ഫോർവേഡിലേ അഹന്തകൾ ഒഴിവാക്കുക. ടച്ച്, തൊടണം, ഹൃദയത്തിൽ തൊടണം, ശരീരത്തിൽ തൊടണം, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയ അർത്ഥം എന്താണെന്നറിയോ? കിൻഡർ ജോയ്, അൽഫാം, ഷവർമ, ഇതൊക്കെ വാത്സല്യം. ഇതെല്ലാം കൊണ്ടക്കൊടുത്ത വാത്സല്യം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചുന്ന, നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം. കുട്ടികൾക്ക് സ്പർശനം വേണം, തൊടണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ പിടിക്കൂലേ? പിന്നെ 1ാം ക്ലാസ്സിലെത്തുമ്പോ പിടുത്തം കുറഞ്ഞു, 8ലെത്തുമ്പോ തീരെ പിടിക്കുന്നില്ല. ഇത് കുട്ടിക്ക് ഭയങ്കര നഷ്ടമുള്ള. അച്ഛൻ കെട്ടിപ്പിടിക്കുന്നില്ല, അമ്മ കെട്ടിപ്പിടിക്കുന്നില്ല, ഉമ്മ തരുന്നില്ല, കെട്ടിപ്പിടിക്കുന്നില്ല. ആ നഷ്ടം നികത്ത് നാട്ടിൽ ആരെയും പോയി കെട്ടിപ്പിടിച്ചിട്ട് പീഡന കേസ് മനസ്സിലായി. അതുകൊണ്ട് ചേർത്ത് പിടിക്കും മക്കളെ. ടച്ച്. രാവിലെ കുട്ടികളെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ തൊട്ട് മാത്രം വിളിക്കുക, തൊട്ട് വിളിക്കുക എന്നാണ് പറയുക അല്ലെ? ദൂരെ നിന്ന് അടുക്കളയെന്ന അട്ടഹാസം. സ്കൂൾ ബസ് വരുന്ന സമയമായി, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കൻ എണീറ്റിട്ടില്ല, മൂരിന താളനെ തെളിക്കുന്ന പോലെയാണ്. അടുത്ത് പോയിട്ട് ആ മുഖത്തൊന്ന് നോക്കിയിരുന്നൂടെ? നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ എല്ലാ പ്രഷറും കുറയില്ലേ? ഉറങ്ങുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കിയാട്ടെ. ഈ ലോകത്ത് ദുൽഖർ സൽമാനുണ്ട് ഇത്ര ശൈലി. നമ്മുടെ മക്കളെക്കാൾ സുന്ദരി ലോകത്ത് വേറെ ആരാണ്? അവരെ മുഖത്ത് നോക്കിയിരിക്കുക, ആ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകളൊന്ന് മാടി ഒതുക്കി ആ കവളത്തൊരു മുത്തം കൊടുത്ത്, പറ്റുന്ന സമയമുണ്ടെങ്കിൽ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കും. ഈ കൈകൊണ്ട്, കാലുകൊണ്ട്, തലയോണ്ട് എന്തെല്ലാം ഉപകാരമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്പേസ് നമുക്ക് പോകുന്ന പുറത്തിന്. അതിനെക്കൊണ്ട് ഒരു ഉപകാരമില്ല അല്ലേ? ഒരു ഉപകാരമില്ല. നമ്മുടെ നാട്ടിൽ ആകെ അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാക്കുന്നത് കണ്ടക്ടർമാർ മാത്രമാണ്. വേറൊരു ഉപകാരമില്ല. ആ പുറത്തൊന്ന് മാന്തി കൊടുക്ക്.
എന്നിട്ട് അവനെ വിളിച്ചിട്ട് കണി കാണാൻ ക്ലോസറ്റ് കണി കാണാൻ അനുവദിക്കരുത്. മിക്ക കുട്ടികൾ രാവിലെ കണി കാണുന്നത് ക്ലോസറ്റ്. പ്രഭാതത്തെ പ്രകൃതിയെ കണി കാണാൻ വേണ്ടി മുറ്റത്തേക്ക് വാതിൽ തുറത്ത് പുറത്തേക്ക് ഇറങ്ങും. പണ്ടല്ല നമ്മളെ വീടുകളിലെല്ലാം രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താ? മുന്നിലത്തെ വാതിൽ തുറക്കലാണ്. വീട്ടിന്റെ അകത്തേക്ക് ഓക്സിജനെ സ്വീകരിക്കലാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പാദനല്ലേ നമ്മൾ ഓർക്കത്തെ പണി, പുറത്തുള്ള പണി. ഓക്സിജനോട് സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജൻ വരൂ. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ ഉദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. അയ്യപ്പ പണിക്കരൊരു കവിത ചൊല്ലാറുണ്ട്, ഒരു പാട്ട്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. ഒരു പാട്ട് പറയുന്നത് ആ പ്രഭാതത്തെ. രാവിലെ എണീറ്റ് എന്താ ജോലി ഞാൻ പണ്ട് പലപ്പോഴും സദസ്സിനെ കൊണ്ട് പറയിപ്പിക്കൽ, ഇപ്പൊ പറയലും നിർത്തി. രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഒരു സദസ്സെന്ന് ചോദിച്ചപ്പോ ഒരുത്തൻ എണീറ്റ് എന്ന് പറയാ, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാന്ന്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ ചോദ്യം നിർത്തി. മനസ്സിലായോ? നിങ്ങൾക്ക് ലുങ്കി ഉണ്ടാവില്ലല്ലേ, ഗോവയിലല്ല ട്രൗസറേ. ഞാൻ ഗോവയിലേക്ക് വരുമ്പോ എന്നോട് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ ട്രൗസർ എടുക്കുന്നില്ല. അല്ല, ഗോവയിൽ പോകുന്നതല്ല ട്രൗസർ വാങ്ങുന്നു. അതാണ്. അപ്പോ അത്തരത്തിൽ ടച്ച്, SOFTI, ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കൂ. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലേ. കണ്ണിലാണ്, ആധാർ കാർഡിൽ കണ്ണല്ലേ, കണ്ണിന്റെ പേര് അക്ഷിന്ന് അവസാനിക്കുന്ന അത്ര മലയാള പേരുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒന്നുമില്ല. കമലാക്ഷി, അംബുജാക്ഷി അല്ലേ? താമരപ്പൂവിന്റെ ഇതള് പോലെ കണ്ണുള്ളവൾ. മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ. വിശാലാക്ഷി, എന്റെ നാട്ടിൽ കുറെ വിശാലാക്ഷി, വിശാലമായ വലിയ കണ്ണുള്ളവൾ. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം എന്ന് പറയും, അതുകൊണ്ട് വിശാലാക്ഷി എന്ന് വിളിക്കും. പക്ഷെ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിക്കും. മനസ്സിലായി? കുഞ്ഞിക്കണ്ണ്. അതാ മഞ്ജു വാര്യരുടെ കണ്ണിന് അല്പം വലുപ്പം കുറവായിരുന്നു, അതുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് മറ്റോ പോയില്ലേ. മനസ്സിലായില്ലേ? അതാ. അപ്പോ കണ്ണിന്റെ സൗന്ദര്യം, ആ കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ആ കണ്ണിൽ നോക്കി സംസാരിക്കുക. കണ്ണിൽ നോക്കാൻ ഭാര്യ ഭർത്താവും കണ്ണിൽ നോക്കല് ഉണ്ടോ? ഇരുട്ടത്ത് നോക്കിയിട്ട് എന്ത് കാര്യം? വെളിച്ചത്തിൽ കണ്ണിൽ നോക്കാറുണ്ടോ? മക്കളുടെ മുന്നിൽ പ്രേമിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ല മാനസികാരോഗ്യമായിരിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. അച്ഛനും അമ്മയും പ്രേമത്തോട് സംസാരിക്കും. അടുത്തിരുന്നിട്ടൊന്ന് കൈകൾ പരസ്പരം മടിയിൽ വെച്ചിട്ടൊന്ന് ചുമലിൽ കൈകെട്ടിയിരിക്കുമ്പോ പെണ്ണുങ്ങൾ പറയും, ഇങ്ങളെന്നാ കുട്ടികൾ കാണില്ലേ, എന്നാ കുട്ടികൾ കാണാൻ പരസ്പരം തെറി പറയാനും ചീത്ത പറയാനും പാത്രം അടിച്ചു പൊളിക്കാനും ഒരു നാണമില്ല. പ്രേമിക്കാൻ നാണം. എന്താ കല്യാണം കഴിഞ്ഞാൽ പ്രേമം പാടില്ലേ? പ്രേമത്തിന്റെ മൂല്യം കുട്ടികൾ അറിയണമെങ്കിൽ അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണണം. കല്യാണത്തിന് മുമ്പ് മാത്രമേ പ്രേമുള്ളൂ. കല്യാണം കഴിയുന്നവരെ ദിവസം 3 നേരം ഐ ലവ് യു അയക്കണം അല്ലേ? ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. എന്നാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു നേരം ഐ ലവ് യു പറഞ്ഞു, ഒരു നേരം പറഞ്ഞു. എന്താ പറയാത്ത? ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് LICന്റെ ഒരു ക്ലാസ് എടുക്കുക. കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോ ഒരുത്തൻ എണീറ്റിന് പറയാ. അതെന്താ പറയാത്തതെന്ന് പറയാം. എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചരണം മാത്രമാണ് ഈ ഐ ലവ് യു അല്ലേ? അതുകൊണ്ട് പ്രേമിക്ക് മക്കളുടെ കണ്ണിലും, ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കൂ. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മക്കും പറ്റാത്തതിന്റെ പേരിൽ ഒരു മഹാദുരന്തമുണ്ടായ നാടാണ് ഭാരതം. നമ്മളത് വായിച്ചിട്ട്, മഹാഭാരതം വായിച്ചിട്ട് എന്താ പഠിച്ച്? മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛൻ അന്ധൻ ജന്മന. ഗാണ്ഡഹാർ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് ഗാന്ധാരം എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു. അവിടുത്തെ സുബലന്റെ മകൾ ഗാന്ധാരിയെ വിവാഹാന്വേഷണം നടത്തിയപ്പോ ഗാന്ധാരിക്ക് അറിയില്ലായിരുന്നു തന്റെ ഭർത്താവ് അന്ധനാണ്. അത്തിനപുരക്കാരുടെ പൈസ കണ്ടിട്ടാണ് സുബലൻ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പോ അംബാനിന്റെ മോൻ നിങ്ങൾക്ക് വിവാഹാന്വേഷണം നടത്തിയ മോള് വിവാഹാന്വേഷണം നടത്തിയ ഒരു കാലിന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട, പൈസയല്ലേ എന്ന് പറയില്ല. അയക്കാൻ തയ്യാറായി ആര്? സുബലൻ. വിവാഹ പന്തലിൽ കയറിയപ്പോഴാണ് തന്റെ ഭർത്താവ് അന്ധനാണെന്ന് തിരിച്ചറിവ് ഗാന്ധാരിക്കുണ്ടായി.
തന്നെ പറ്റിച്ചതിന്റെ ഈഗോ ക്ലാഷ്. മന്ത്രകോടി പറിച്ചു ചീന്തി കണ്ണു കെട്ടിയിട്ട് പറഞ്ഞു, തന്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി തനിക്കും കാണില്ല. 100 എണ്ണത്തിനെ പറ്റൂ. ഒന്നിനെ നോക്കിയോ? അച്ഛനോ കണ്ണു കാണില്ല, അമ്മയെ നോക്കണ്ടേ? നോക്കിയോ? കണ്ണിൽ നോക്കിയോ? മക്കളുടെ കണ്ണു നോക്കിയോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 1 ബാക്കിയായോ? ഈ 100ഉം പഴച്ചു പോയില്ലേ? ഈ കുട്ടികളെല്ലാം മോശക്കാരായിരുന്നോ? നല്ല കുട്ടികളായിരുന്നില്ലേ? എന്തായിരുന്നു പേര് മൂത്തവന്റെ പേരെന്താ? ദുര്യോധൻ ആയിരുന്നില്ല, സുയോധൻ എന്നായിരുന്നു. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. സു എന്ന് പറഞ്ഞല്ല നല്ല. എന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല, മനസ്സിലായി? സുയോധനൻ പക്ഷേ ദുഷിച്ച് ദുര്യോധനായി, ദുശാസനായി അല്ലേ? എന്താ കാരണം? ഈ മക്കളുടെ കണ്ണിലൊന്ന് നോക്കാൻ, ആ കണ്ണുകളിലെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ദൈന്യതകൾ, ആ പ്രകാശം നോക്കാൻ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടായില്ല. കുട്ടികൾ പോകുന്ന വഴിയിൽ പോയി യുദ്ധം ചെയ്ത് സകലതും മരിച്ചിട്ട് ഇവര് ഈ അച്ഛനും അമ്മയും മരിച്ചപ്പോ കൊള്ളി വെക്കാനൊന്നും ബാക്കിയായില്ല. എന്നിട്ട് അവസാനം കാട്ടിൽ പോയി കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിച്ചു. അച്ഛന് കണ്ണ് കാണുന്നില്ലെങ്കിൽ അമ്മയല്ലേ അച്ഛന്റെ കണ്ണാവേണ്ടത്? പഴയൊരു സിനിമ പാട്ടില്ലേ, കണ്ണ് കാണുന്ന ഭാര്യ കണ്ണ് കാണാത്ത ഭർത്താവ് കൂടി പാടുന്ന? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. ഇപ്പൊ ഭാര്യ എന്താ പാടിയ? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പാടേണ്ടതിന് പകരം കണ്ണും കെട്ടി നടന്നു, സകലതും മരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കണ്ണ് തന്നിട്ടില്ലേ? ഈ പ്രകൃതിയുടെ ഒരു കരുതൽ നോക്കി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കണ്ണ്. എന്തൊരു കരുതലോട് കൂടിയാണ് 2 ഉയർന്ന എല്ലിന്റെ നടുക്ക് കുഴിയിലല്ലേ വെച്ച് ഈ കണ്ണിനൊന്നും പറ്റാതിരിക്കാനില്ല. എന്തോമെന്ന് അടിച്ച കണ്ണിന് പറ്റാതിരിക്കാൻ കവിളെല്ലും നെറ്റിയുടെ എല്ലും ഉയർത്തിയിട്ട് അതിന്റെ കുഴിയിൽ വെച്ചാന്ന്. എന്തിനാ? ആ കണ്ണിന്റെ ഇമ്പോർട്ടൻസാ. ആ കണ്ണിൽ എന്തോ പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൊടി തടയാൻ കൈപോയിട്ട് തടയാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ തടയാൻ ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറാണല്ലോ കൺപോള. കപ്പ പൊട്ടൂലേ, നമ്മളെ കാത്തുക്കോ? ആ കണ്ണിൽ മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചല്ലേ പൊരിയോ? പൊടി മേലെ നിന്ന് വീഴാതിരിക്കാൻ, അത് പൊരിച്ചു മാറ്റി വരച്ചുണ്ടാക്കാനുള്ളതല്ല, മനസ്സിലായോ? പൊടി താഴോട്ട് വീഴാതിരിക്കാൻ. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണിട്ടുണ്ടെങ്കിലോ ഉടൻ തന്നെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് വെള്ളടിക്കാനും സമയമില്ല. അപ്പൊ തന്നെ കണ്ണീരുകൊണ്ട് അതിനെ ഒഴുക്കിക്കളയാനുള്ള സംവിധാനം. എന്തൊരു സംവിധാനമാണത്! അത്രയും കരുതലുള്ള നമ്മുടെ ഈ കണ്ണുണ്ടായിട്ടും മക്കളുടെ മുഖത്തും കണ്ണിലും നോക്കാതെ സ്വന്തം കണ്ണ് മക്കളുടെ കണ്ണിൽ നോക്കിക്കാണ്. ഇന്ദ്രനീലിമയോലും നീൽമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നോ. നോക്ക്, ഐ കോണ്ടാക്ട്. ഈ അവസാനം നോഡിങ്. എന്താ? സമ്മതിച്ചു കൊടുക്കുക, തയ്യാറാണ്. തല കുലുക്കണം. നോഡിങ് എന്ന് പറഞ്ഞാൽ വർത്താനം പറയുമ്പോ ശരിയാ ശരിയാ ശരിയാ, മക്കള് പറഞ്ഞാലോ സമ്മതിച്ചു കൊടുക്കുക. ശരിയാ, തല കുലുക്കണം. മനസ്സിലായോ? തല കുലുക്കണമെന്ന് മനസ്സിലായോ? കുറച്ചാക്കെ മനസ്സിലായി. പലരും തല കുലുക്ക് മനസ്സിലായി. അങ്ങനെ സോഫ്റ്റ് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ, നമ്മുടെ യോഗങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ സോഫ്റ്റനാക്കുക. അത് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ചെറുതല്ല. നമ്മുടെ ജീവിതം രസകരമാക്കുക. മസിൽ പിടിച്ചിട്ട് പോകണ്ട. എന്തായാലും മാക്സിമം 90 നമുക്ക് പോകില്ലേ അല്ലേ? അതുകൊണ്ട് ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം. ജീവിതത്തെ കാവ്യ പുസ്തകമാക്കുക, രസകരമാക്കുക. നാട്ടിൽ വിളിക്കുക, ഓൻ വിളിക്കട്ടെ എന്ന് ഞാനും, ഞാൻ വിളിക്കട്ടെ എന്ന് ഓനും. അങ്ങനെയല്ല. നമ്മൾ ആരാണ്? നമ്മൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, അകൽച്ചയുണ്ടെങ്കിൽ പരിഹരിക്കാൻ മുൻകൈ എടുക്കാൻ ലോകത്തിൽ ഒരാളേ ഉള്ളൂ. അതാരാ? ഒന്നും എഴുതിയിട്ട് ഇംഗ്ലീഷിൽ വായിച്ചാൽ കിട്ടും.
ആയി അല്ലേ, ഇങ്ങനെ എഴുതി ആയി എന്നല്ലേ, ഞാനാണ് മുൻകൈ എടുക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ഐ അല്ല, അതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എന്താ യു, നീ വേണ്ടിയാ ഞാൻ വേണ്ട, ആയി ഞാനാ മുൻകൈ എടുക്കുന്നത്. നമ്മളും മുൻകൈ എടുത്ത് വർത്തമാനം പറയുക, ചിരിക്കുക, അത്തരത്തിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. അത്തരത്തിൽ നമ്മുടെ ജീവിതം 35 കൊല്ലം ഉറങ്ങിപ്പോക്കും. 90 വയസ്സിനിടയിൽ 35 കൊല്ലം ഉറങ്ങിപ്പോക്കും അല്ലേ? 24 8 മണിക്കൂർ ഉറങ്ങുന്നില്ലേ? 3-1 90ന്റെ 3-1 30 കൊല്ലം ഉറക്കല്ലേ? 30 ചെറിയ കുട്ടിയായിരിക്കുമ്പോ എക്സ്ട്രാ ഉറങ്ങൂലേ? ഒരു 60-70 കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂലേ? അപ്പൊ 5 കൊല്ലം എക്സ്ട്രാ കൂട്ടണം, 35 കൊല്ലം ഉറക്കാം. നമ്മൾ അറിയുന്നത് 55 കൊല്ലം മാത്ര. 35 കൊല്ലം നമ്മളുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മളുള്ളത്. അടുത്ത് കിടക്കുന്ന ആളിലെ അറിയൂ കൂക്കമ്പലി കേട്ടിട്ട്. 35 കൊല്ലം ഉറങ്ങുന്നതാണ് നമുക്ക് മനസ്സിലായില്ല അല്ലേ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഹോൾസെയിൽ ആയിട്ട് കൂട്ടിയാൽ മനസ്സിലാവും. 35 കൊല്ലം ഉറക്കാൻ വേണം. ഇനി 55 നമുക്ക് ബോധത്തോടെയുള്ളൂ. അതിൽ 10 കൊല്ലം ഭക്ഷണാധികാരികൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഭക്ഷണം ശേഖരിക്കണം, പാചകം ചെയ്യണം, കഴിക്കണം, പാത്രം കഴുകണം, എല്ലാം കൂടി 10 കൊല്ലം ഭക്ഷണത്തിനാ. ഇനി 45 ഉള്ളൂ, പകുതി പോയി. തിന്നാ പോരല്ലോ, വിസർജിക്കണ്ടേ? ടോയ്ലറ്റിൽ മൂത്രയിക്കാൻ എത്ര പ്രാവശ്യം, ടോയ്ലറ്റിൽ എത്ര പ്രാവശ്യം പോവാൻ, ഇവിടുന്ന് പുറപ്പെട്ടതും അവിടെ എത്തുന്നതും അവിടെ കാത്തു നിൽക്കുന്നതും എല്ലാം കൂടി കൂട്ടിയാൽ 10 കൊല്ലം ടോയ്ലറ്റില്ല. പണ്ടത്രയില്ല. യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോ ടോയ്ലറ്റിലെ സമയം കൂടി. പണ്ട് നാടകക്കൂസാകുമ്പോ മുട്ട് കടഞ്ഞിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ ചൂടുമേൽ ഇരിക്കുമ്പോൾ ആടെ ഇരിക്കല്ലേ സുഖമായിട്ട്. ചെറുപ്പക്കാരനെ ഫോണും കൊണ്ടായിട്ടുള്ളൂ പോകുന്നത്. കാരണം കുറെ സമയം ചെലവിക്കാലോ. ആടുന്ന പലതും ഡൗൺലോഡിങ്, മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെന്ന് ഡൗൺലോഡിങ്, അല്ലേ? അതാ 10 കൊല്ലം കക്കൂസിന്. ഇനി എത്രയാ ബാക്കി? 35. 10 കൊല്ലം അസുഖം വന്ന് കിടക്കും. ഈ തലവേദന ഒരു 60-70 കഴിഞ്ഞ മിക്കവും കിടപ്പിന്നല്ലേ. 10 കൊല്ലം അങ്ങനെ കിടന്നും പോയി. ഇനി 25 ബാക്കി. 10 കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ? മീശ കട്ട് ചെയ്യണം, ഷേവ് ചെയ്യണം, കുരിയം പൊരിക്കണം, പൗഡർ ഇടണം, കുളിക്കണം, മുടിയുടെ ചിക്ക് പോക്കണം, മുടി മുറിക്കണം, ഡ്രസ് ഇടണം, മുന്താണിന്റെ പിന്ന് കുത്താൻ എത്ര സമയം എടുക്കും? ഒറ്റക്കൈ കൊണ്ടല്ലേ കുത്താനാണ്. ഇത് കുത്തി നോക്കുമ്പോ ചുരുങ്ങിയിട്ടുണ്ടാവും. പിന്നെ മാറ്റി കുത്തി. ഞാൻ ഭാര്യയും കുട്ടി പല സ്ഥലത്ത് പോകുമ്പോൾ ഇവർ നേരെ പോകുന്നതിന്റെ കാരണം ഇത് കുത്തിയിട്ട് നേരെ പോകും. അതുകൊണ്ട് ഞാനിപ്പോ ഒരു അഗ്രിമെന്റിലെത്തി, അത് ഞാൻ കുത്തിത്തരാം. ഇപ്പൊ എന്റെ പണിയാണ്. എല്ലാം കൂടി 10 കൊല്ലം അങ്ങനെ പോയി. ഇനി 15 കൊല്ലം മനുഷ്യനാവണം. 15 കൊല്ലം നമുക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ സമയമുള്ളൂ. അതും വെറുതെ ഈ ആരാന്റെ റീലും ഹണി റോസും നോക്കി ഇരുന്നിട്ടില്ല. മനസ്സിലായോ? സമയങ്ങളല്ല, നമുക്ക് രസകരമായി ജീവനുള്ള മനുഷ്യരെ കാണാം. ജീവനുള്ള കഥകളും കവിതകളും വായിക്കാം. കവിതകളും കഥയിൽ നിന്നും നിങ്ങൾ അകന്നു പോകുന്നു. കേരളത്തിന്റെ കരുത്ത് നിങ്ങൾ അറിയണ്ടേ? ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച ആരും? ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചോ? ആരുമില്ല. ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആള് വായിച്ച കഥയാണ് ബിരിയാണി. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ. വായിക്കൂ. നെയ്പായസം വെച്ചു കൊടുക്കും മക്കൾക്ക്. പക്ഷേ മാധവിക്കുട്ടിയുടെ നെയ്പായസം വാങ്ങി വായിച്ചു കൊടുക്കൂല. വായിച്ചു കൊടുക്ക്. എത്ര നല്ല കഥകളും കവിതകളും ഇറങ്ങുന്നുണ്ടെന്ന് അറിയോ? പണ്ടത്തെ മാത്രം നല്ല കുറെ മാമന്മാര്. പണ്ടത്തെ എല്ലാം നല്ല, ഇപ്പോഴല്ല പോക്ക്. പുതിയ പിള്ളറോ പഴയതെല്ലാം പോക്ക്, പുതിയത് മാത്രം. ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് അടിച്ചു പൊളിക്കും. പഴയതിലും നല്ലതുണ്ട്, പുതിയതിലും നല്ലതുണ്ട്. ആ പഴയതിലെ നല്ലതിനെയും പുതിയതിലെ നല്ലതിനെയും കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയക്കാണ് സംസ്കാരം എന്ന് പറയുക. വേണ്ടാത്തത് ഒഴിവാക്കുക, വേണ്ടത് എടുക്കുക, അതിനെ സംസ്കാരം എന്ന് പറയുക. ആ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. പഴയതിൽ ഒരുപാട് നന്മയുണ്ട്, പക്ഷെ പഴയതിൽ ഒരുപാട് തോന്നിയാസം. പുതിയതിൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അവർ ഇല്ലുമിനാറ്റികളായി പോകും. ഇല്ലുമിനാറ്റി കേരളത്തിലെല്ലാം പാടി തുള്ളുന്ന എന്താ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാസം ആ പാട്ടിലെ വരിക. പേനാ കത്തി കൊണ്ട് ആദ്യാക്ഷരം കുറിച്ച്. അതിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്. ഓ നല്ല കുട്ടി, പക്ഷെ ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഇതെൻ പാത, എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. കേരളം വളർന്നത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ടാ. ഇപ്പോ വഴി തെറ്റാൻ അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്നിയാസം. പുതിയ കുട്ടികൾ പാടിത്തുള്ളുക. അവരുടെ ആവേശത്തെ അപ്പോഴും തണുപ്പിക്കല്ല.
ആ ആവേശത്തെ മെല്ലെ മെല്ലെ പഴയതും ചേർത്തിട്ട് പുതുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നിങ്ങൾ രക്ഷകർത്താക്കളാവുള്ളൂ. രക്ഷിതാക്കൾ ആകുന്നത് എപ്പോഴാ? അച്ഛനും അമ്മയായതുകൊണ്ട് രക്ഷകർത്താവില്ല. ഈ സംസ്കാരത്തെ പുതുക്കി കൊടുക്കാൻ കഴിയണം. അത്തരത്തിൽ മുന്നേറാൻ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഈ പഞ്ചിം മലയാളി അസോസിയേഷൻ പ്രേരകമാവട്ടെ. അതിന്റെ കൂട്ടായ്മകളിലൂടെ കഴിയട്ടെ. ഒരുപാട് കലാപരിപാടികളിലൂടെ ആർദ്രത വളരട്ടെ. അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്യട്ടെ. കസ്തൂരി മാൻമിഴി മലർശര പെയ്യട്ടെ. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗോവയിൽ ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചവര്, ഇതിന്റെ സംഘാടകരോട്, കാരണം പലതവണ എന്നെ വിളിച്ച് ഈ പരിപാടിക്ക് എത്തിക്കാൻ വേണ്ടി തീവ്രയത്നം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സുജീന്ദ്രദാസ് സാർ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇത്ര നേരം എന്റെ പ്രസംഗത്തോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച്, നേരത്തെ 9 ആളും ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം 9 ആളും പിന്നെ റെഡിയായി മാറി കേട്ടോ. എല്ലാവരും നല്ല പോസിറ്റീവായി പ്രതികരിച്ച് കേട്ടിരുന്നതിന് നിങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഒരു ഓണം വരാൻ പോവാണ്. ഓണം പ്രാവശ്യം നിറപ്പൊലിമ കുറഞ്ഞൊരു ഓണമാണ് മലയാളികൾക്ക്. എങ്കിലും നമുക്ക് നമ്മുടെ ആ നല്ലോണം ഒരു പിടി അരിയെങ്കിലും വയനാട്ടിലുള്ളവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. താങ്ക് യു സർ. നന്ദി പ്രകാശ്.